السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم خاتم النبيين، وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون، يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات، أولئك من الصالحين. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: من حافظ على سنتي أكرمه الله بأربع: المحبة في قلوب البررة، والمهابة في قلوب الفجرة، والسعة في الرزق والثقة في الدين. صدق رسول الله صلى الله عليه وسلم. وكل حرف مستحق للبناء، والأصل في المبني أن يسكنا، ومنه ذو فتح وذو كسر وضم، كأين أمسي حيث والساكين كم، والرفع والنسب جعلا إعرابا، لاسم وفعل نحو لن أحابا، وخففت إنا وقل العمل، وتلزم اللام إذا ما تهمل. يا رب صل على النبي محمد، منجي الخلائق من جهنم في غدي. ആദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, നാട്ടുകാരെ, മുതഅല്ലിമുകളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ പാരത്രിക ലോകത്ത് ഗുണം ലഭിക്കുന്ന നല്ല പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട
യൂസുഫുൽ ഫളുഫരിയുടെ റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകളുടെ നാമേധേയത്തിൽ അവിടുത്തെ സ്മരണയിൽ അവിടുത്തെ സ്മൃതിയിൽ നിലകൊള്ളുന്ന സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് അല്പസമയം നിങ്ങളോടൊത്ത് ചെലവഴിക്കാൻ അവസരം ഒരുക്കി തന്ന ജഗന്നിയന്താവായ റബ്ബിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ബഹുമാനപ്പെട്ട അശ്ശൈഖ് യൂസുഫുൽ ഫളുഫരി നവ്വറല്ലാഹു മർഖദ അവിടുത്തെ കുറിച്ചും അതുപോലെ അബ്ദുൽ ഖാദിർ ഫളുഫരി പെരുമ്പലം ബാപ്പുട്ടി മുസ്ലിയാർ, അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ പിതാവ്, അങ്ങനെ ഒട്ടനവധി മഹാരഥന്മാരെ ആത്മീയമായ നേതൃത്വങ്ങൾക്കും പിന്തുടരപ്പെടേണ്ട മാതൃകാ സംവിധാനങ്ങൾക്കും പുകൾപെറ്റ നാടാണ് പെരുമ്പലം എന്നത്. പെരുമ്പലം എന്ന നാമത്തിന് ആ പേര് വരാൻ 3 കാരണമാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒന്ന്, പെരും ഫലം. എല്ലാ വിഷയങ്ങൾക്കും ഇവിടെയുള്ള നേതൃത്വത്തെ സമീപിച്ചാൽ വലിയ ഫലം സിദ്ധിച്ചതുകൊണ്ടാണ് പെരും ഫലം എന്ന് വരാൻ കാരണം. അത് പിന്നെ പെരുമ്പലമായത്. ഇപ്പൊ പട്ടാമ്പി എന്ന് പറഞ്ഞാൽ പട്ടനമ്പി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. നമ്പ് എന്നാൽ അറിവ്, അധികാരം എന്നൊക്കെയാണ്. നമ്പൂതിരി എന്ന് പറഞ്ഞാൽ നമ്പ് ഉതിരുന്നവർ എന്നാണ്, അറിവ് ഉതിരുന്നവർ എന്നുള്ള ലഫ്ളിൽ നിന്നാണ് നമ്പൂതിരി എന്നുള്ളത്. അപ്പൊ നമ്പൂതിരി അസ്ലുഹു നമ്പ് ഉതിരുന്നവർ എന്നാണ്. അങ്ങനെ നാട്ടുരാജാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ അറിവുള്ള ആളായിരുന്നു പട്ടനമ്പി എന്നയാൾ. അയാളെ നബറല്ലാഹു മർഖദ എന്നൊന്നും പറയണ്ട. അങ്ങനെ ആ പട്ടനമ്പിയാണ് പട്ടാമ്പിയായ. മലബാറിൽ ഏറ്റവും കൂടുതൽ സ്വർണ വ്യാപാരം നടന്നൊരു സ്ഥലമുണ്ടായിരുന്നു, പൊൻവാണി. അതാണ് പിന്നെ പൊന്നാനിയായി മാറി. അങ്ങനെ ഓരോ നാടുകൾക്ക് ഓരോ പേരുകളുണ്ട്. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാണ് എന്നൊരു ഖീല ഇപ്പോൾ പറയപ്പെടുന്നു. അതുപോലെ വെള്ളുവനാട് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് നാട്ടുകാര് ഒരു ദിവസം കച്ചവടത്തിന് പോകേണ്ട സമയത്ത് പൊരിഞ്ഞടി നടക്കുകയാണ്. അപ്പൊ ഒരാള് പറഞ്ഞു അങ്ങോട്ട് പോണ്ട, എന്റെ പെരും തല്ലുള്ള മണ്ണാണ് എന്ന്. അങ്ങനെയാണ് പെരുന്തൽ മണ്ണായത്. അങ്ങനെ ഏത് നാട് തന്നോടി 2 മിനിറ്റ് കൊണ്ട് ഞാൻ കഥ ഉണ്ടാക്കി തരാം. അപ്പൊ ഏതായിരുന്നാലും പെരുമ്പലം എന്നുള്ള പേര് വരാൻ 3 കാരണങ്ങളിൽ ഒരു കാരണം ഞാൻ പറഞ്ഞു. 2 ആൾക്കാരോട് ചോദിച്ചു പഠിക്കുക. അപ്പൊ പറയില്ല. അങ്ങനെയാണല്ലോ ചിലത്. അങ്ങനെ ബാക്കി വെക്കുന്നതിൽ ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ നാളൊരു സ്ഥലത്ത് വയതിന് പോയി, കുറെ 8 കൊല്ലം മുമ്പ്. അപ്പൊ ഒരു ഹദീസിൽ ഒരു സംഭവം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ 2 കുട്ടികളുമായി ഒരു ഉമ്മ വന്നു. വളരെ പ്രയാസം പിടിച്ച ആ ഉമ്മ വിശന്നു പൊരിഞ്ഞ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറഞ്ഞപ്പോ 3 ഈത്തപ്പഴം കൊടുത്തു. 2 ഈത്തപ്പഴം ഓരോരുത്തർ കഴിച്ചു, ഓരോ കുട്ടികൾ കഴിച്ചു. പിന്നെ ഉമ്മാക്ക് കൊടുത്തത് നമുക്കൊരിങ്ങനെ നോക്കിയപ്പോ ഉമ്മ അത് പൊളിച്ച് 2 മക്കൾക്കും കൊടുത്തു. ഹദീസിലുള്ളതാണ്. അവൻ നബി തങ്ങൾ ഇത് കണ്ട് കരഞ്ഞിട്ട് പറഞ്ഞു,
ഈ കുട്ടികളോട് ഈ ഉമ്മക്കുള്ള സ്നേഹത്തിനേക്കാൾ വലിയ സ്നേഹം അള്ളാഹുവിന് ഉമ്മത്തിനോടുണ്ട്, അടിമകളോടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉമ്മ ചോദിച്ചു റസൂലുള്ളാഹിനോട്, എന്റെ കുട്ടികൾ എത്ര വികൃതി കാട്ടിയാലും ചിലപ്പോ പെരട്ടിക്കുറ്റിക്കൊന്ന് കൊടുക്കും, മുതോത്തക്കൊന്ന് കുത്തും, അതല്ലെങ്കിൽ ഒന്ന് പിച്ചും, തിജ്ജിലിട്ട് ഞാൻ ശിക്ഷിക്കലില്ല. അപ്പൊ അല്ലാഹു തആലാക്ക് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ എന്താണ് ചില അടിമകളെ തീയിലിട്ട് ശിക്ഷിക്കണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി രസകരമായ ഒരു മറുപടി പറഞ്ഞു. അത് ഞാൻ ഇപ്പൊ പറയണില്ല എന്ന് ആ വയലിൽ അന്ന് പറഞ്ഞു. ഇങ്ങനെ 8 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ അടുത്ത് വയലിന് പോയപ്പോഴും കുറച്ച് കാരണന്മാര് വയലിൽ കഴിഞ്ഞപ്പോ നിങ്ങൾ ആ വാക്കി പറയാതെ വിടൂലാറ്. നിങ്ങൾക്കുമില്ല അതിന്റെ വാക്കി എന്താന്ന് അറിയാനൊരു ആകാംക്ഷ അല്ലേ, ഉണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വരവിന് നിങ്ങൾ വളയുമ്പോ പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും ഈ പെരുമ്പലം എന്ന് പറയുന്ന ആ പേര് പെരും ഫലം ഉള്ള സ്ഥലമാണ്, പെരും ഫലം ഉള്ള സ്ഥലമാണ്. അങ്ങനെ പല കാര്യങ്ങളും ഒട്ടനവധി മഹാരഥന്മാർ ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഒട്ടനവധി മഹാരഥന്മാർ, എന്റെ വല്യപ്പ അടക്കമുള്ള ആളുകൾ ഇവിടെ ദർസ് നടത്തിയിട്ടുണ്ട് അല്ലേ? കയ്യൂരിൽ ദർസ് നടത്തി. അങ്ങനെ കുറെ ദർസും ഇൽമും ആത്മീയതയും ഒക്കെയുള്ള ഒരുപാട് ഉമറാക്കളുള്ള, ഉലമാ ഉള്ള, അതുപോലെ നല്ലവരായ നാട്ടുകാരുള്ള നല്ലൊരു മണ്ണാണ് ഈ മണ്ണ്. മഹാരഥന്മാർ وخالط الصلحا نلت الصلاح لهم كأنهم في وجوه الأرض مقمار. മഹാന്മാരോടുള്ള ബന്ധമെന്നത്, സ്വാലിഹീങ്ങളോടുള്ള സമ്പർക്കമെന്നത് അവരുടെ സ്വലാഹിയത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാനും അവരുടെ വഴിയെ പിന്തുടരുന്നതിന്റെ പേരിൽ ആഖിറം വിജയിക്കാനും കാരണമാണ്. എന്റെ ആത്മീയമായ ഇൽമു എന്നാൽ ഇന്ന ലികുല്ലി ശൈഇൻ ഖീമത്തൻ വഖീമത്തുൽ മർഇ ലിമാ യഅലം. ഏതൊരു വസ്തുവിന്റെയും ക്ലാരിഫിക്കേഷന്, പ്യൂരിറ്റി നോക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു സ്വർണത്തിന് പ്യൂരിറ്റി ഉണ്ടോ എന്ന് നോക്കാനുള്ള മാനദണ്ഡമുണ്ട്. ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ കൃത്യത വിലയിരുത്താനുള്ള മാർഗങ്ങളുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മീയമായ മൂല്യവും ധാർമ്മികമായ മേഖലയും വ്യക്തിത്വ സംശുദ്ധിയും ഒരാളെ അളക്കാൻ, ഒരു വ്യക്തിയുടെ മൂല്യം നിർണയിക്കുന്നതിൽ പ്രധാനമാണ് അറിവ് എന്നത്, ഉപകാരപ്രദമായ ഇൽമു എന്നത്. മംഫീ ത്വരീഖിൻ ലിത്തഅല്ലുമി യസ്ലുകൂ വഇലൽ ജിനാനി ലഹു ത്വരീഖുൻ സുക്കിലാ. അറിവിന്റെ മേഖലയിൽ പ്രവേശിക്കുക എന്നത് അത് സ്വർഗത്തിന്റെ മേഖലയിലേക്ക് എത്താനുള്ള മാർഗമാണ്. അതുകൊണ്ടാണ് മുത്ത് ഹബീബ് അവിടുന്ന് പറഞ്ഞത്, കുന്നലിമാ, മോനെ നീ ഇൽമിന് നേതൃത്വം നൽകുന്ന ഒരു മാതൃകാ വ്യക്തിത്വമാവണം. ഔ മുതഅല്ലിമാ, അതല്ലെങ്കിൽ നീ ഒരു വിജ്ഞാന കുതുകിയാവണം. ഔ മുസ്തമിആ, അതല്ലെങ്കിൽ ഇൽമുമായി ഒരു അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തിയാവണം. ഔ മുഹിബ്ബ, അതല്ലെങ്കിൽ ആ സംവിധാനങ്ങളെ പ്രണയിക്കുകയും അതിനുവേണ്ടി എല്ലാ നിലക്കും രംഗത്തിറങ്ങുകയും ചെയ്യുന്നവനാവണം. ഇതൊന്നുമല്ലാത്ത ഒരു പേട്ടുതേങ്ങ നീ ആവരുത് എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ നോക്ക്, ബദരീങ്ങൾ 313
ബദർ പങ്കെടുത്തതോ 366. എന്തേ ഈ 313 എന്ന് പറയുന്ന അക്കത്തിന്റെ പ്രത്യേകത? 313 മുർസലുകളാണ്. എന്താണ് പ്രത്യേകത? ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. നിങ്ങൾ നോക്ക്, ബദർ നടക്കുന്നതിന്റെ അതേ സ്വഭാവത്തിൽ മറ്റൊരു യുദ്ധം നടന്നിരുന്നു. ആരായിരുന്നു അത്? താലൂത്ത് റളിയല്ലാഹു അൻഹു ജാലൂത്ത് ലഅനത്തുല്ലാഹി അലൈഹിയുമായി നടന്ന സമരമായിരുന്നു. അന്നോ 313ഓളം വരുന്ന താലൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സംഘം ബഹുമാനപ്പെട്ട ദാവൂദ് നബിയുടെ നേതൃത്വത്തിലുള്ള പട ന്യൂനപക്ഷമായിട്ടും അവർ വിജയിക്കാനുള്ള കാരണം എന്താണ്? ആദർശബോധമായിരുന്നു. എല്ലാ നിലക്കുമാണ്. അങ്ങനെ താലൂത്തിന് നിങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് പറയുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തില് ഒരുപാട് സമ്പാദ്യമുള്ളവരുണ്ടല്ലോ, തറവാടുള്ളവരുണ്ടല്ലോ. എന്തേ താലൂത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവരാണല്ലോ. അല്ലാഹു തആല പറഞ്ഞതെന്താണ്? അത് അവർക്ക് വസ്തുത്വം ഇൽമുമുണ്ട്, വിശാലമായ കാഴ്ചപ്പാടുണ്ട്, അറിവുണ്ട്, വിവരമുണ്ട്. അറിവാണ് ഏറ്റവും പ്രധാനം. ഇൽമിന്റെ മുമ്പിലാണ് റബ്ബ് കുനിയാൻ പറഞ്ഞത്. മലക്കുകൾ ആയസുള്ളവരാണ്, മലക്കുകൾ ഇബാദത്തുള്ളവരാണ്, മലക്കുകൾ തെറ്റില്ലാത്തവരാണ്, മലക്കുകൾ എല്ലാ നിലക്കും ആത്മീയതയുള്ളവരാണ്. ആ മലക്കുകളോട് ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദം നബിയുടെ മുമ്പിലാണ്. എന്തേ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ? ആദം നബിയിലുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? അവിടുന്ന് 60 മുഴം ഹൈറ്റുള്ളവരെന്നല്ല, അവിടുന്ന് വെയിറ്റുള്ളവരെന്നല്ല, അവിടുന്ന് മറ്റു സംവിധാനങ്ങളില്ല. വഅല്ലമ ആദമൽ അസ്മാ. ആദം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണം എന്താണ്? ക്വാളിറ്റി എന്താണ്? അവിടുന്ന് ഇൽമുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഇൽമിനെയാണ് ബഹുമാനിക്കേണ്ടത്, അറിവിന്റെ മുമ്പിലാണ് കുനിയേണ്ടത്, ജ്ഞാനത്തെയാണ് പരിഗണിക്കേണ്ടത്. അത് ഏറ്റവും വലിയ വിഷയമാണ്. എന്തേ യൂസുഫുൽ ഫൽഫരി നവറല്ലാഹു മർഖദം അവിടുത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ വേറെ ആളുകളില്ലേ? ഈ നാട്ടിൽ ഒരുപാട് ആളുകളില്ലേ? അവരെ അനുസ്മരിക്കാതെ എന്തേ ഇവരെ അനുസ്മരിക്കാൻ കാരണം? ഒന്നുമല്ല, വിവരത്തിന്റെ പേരിലാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150 ജനിച്ച് 204 വഫാത്തായ ആളാണ് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു. ശാഫിഈ ഇമാം ഇവിടെ ജീവിച്ച കാലത്ത് ആനക്കയം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? അറിയണവരൊന്ന് കയ്യൊന്തിച്ചാനി. ആനക്കയം പഞ്ചായത്തല്ലേ? ആരായിരുന്നു? അറിയില്ല. പഞ്ചായത്ത് കോട്ട. ജില്ലാ കലക്ടർ ആരായിരുന്നു? ഷാഫി ഇമാമിന്റെ അവിടുന്ന് 300 കൊല്ലം പോരട്ടെ. ഗസാലി ഇമാമിന്റെ കാലത്ത്. മലപ്പുറം ജില്ലാ കലക്ടർ ആരാ? ഇ കെ ഭരത് ഭൂഷണ ആരായിരുന്നു? കുറച്ചുകൂടി പോകുന്ന 200 കൊല്ലം കൂടി ഇങ്ങോട്ട് പോരാ, 350 കൊല്ലം ഇങ്ങോട്ട് പോരാ. ഇമാം നബി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? ഒരു ലേസോടന് പോകുക, 250 കൊല്ലം അങ്ങോട്ട് പോവുക. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആരാ? ഇല്ല. കുറച്ചുകൂടി ഇങ്ങോട്ട് പോരും. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആരാ? ഇതൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളത് നമ്മളെ കുറവല്ല. ആ കാലഘട്ടത്തിൽ ആ രാജ്യങ്ങൾക്ക് കേരളം തന്നെ അടുത്തുണ്ടായതാത്തര പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാ കേരളം ഉണ്ടായി എന്നാ പറഞ്ഞു. എറിയാൻ എവിടെ നിന്നീന്നുള്ളത് കഥ ഈ ചോദ്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ നിർവാഹമല്ല. അമ്പാ അങ്ങനെ അല്ലെ? പഴയ തിരുവിതാംകൂർ കൊച്ചി എന്നൊക്കെ കേട്ടിട്ടില്ല. പണ്ട് കേരളം ഒന്നല്ലല്ലോ. കേരള പിറവി ദിനൊക്കെ നമ്മൾ കൊണ്ടാടാറുണ്ട്. അപ്പോ ഷാഫി ഇമാം
ഒരു വാർഡിന്റെ മെമ്പർ കൂടി ആയിട്ടില്ലല്ലോ. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ്. പക്ഷെ ഷാഫി ഇമാമിനെ അറിയാത്തവരുണ്ട്, നബി ഇമാമിനെ അറിയാത്തവരുണ്ട്, മാലിക് ഇമാമിനെ അറിയാത്തവരുണ്ട്. എന്തേ അവര് ലോകത്ത് അറിയപ്പെടാൻ കാരണം? ഇദാ അഹബ്ബല്ലാഹു അബ്ദാ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അത് മലക്കുകളോട് വിളിച്ചു പറയുമെന്നതും മലക്കുകൾ ഭൂമിയിൽ വിളിച്ചു പറയുമെന്നതും മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അവർക്കിടമുണ്ടാകുമെന്നതും ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തേ അവർക്കുള്ള പ്രത്യേകത? വഅയിമ്മത്തുൻ കശ്ശാഫിഈ വനഹ്വിഹിം കാനൂ വലാ സീതി ഹിസാലിൻ കുമ്മലാ സുദും സ്വലാഹും വൽ ഇബാദത്തു ഫിഖ്ഹുഹും ബിഉലൂമി ഖുർബാന ഫിയാത്തിൽ മലാ. അവര് ഭൗതികതയാൽ ഭരിക്കപ്പെടാത്തവരാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹാരഥന്മാർ ഏതേത് പ്രയാസം സഹിച്ചാലും ഏതേത് ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും അവര് അറിവിന്റെ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നവരാ. അല്ലാഹുവേ, വെള്ളം കുടിക്കാൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയതാ, വേറെ വിഷയം. അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് തരട്ടെ. ചൂടെടുക്കണ്ട, പറഞ്ഞ ചൂടല്ലേ സാറിന്. മഴശറിയില് ഭയങ്കര ചൂടാക്ക. അല്ലാഹു ആ ചൂടിനൊക്കെ ആശ്വാസം നൽകട്ടെ. എന്തൊരു ഊക്കിലുള്ള ആമീനല്ലേ. ഈ ദുന്യാവ് എന്ന് പറഞ്ഞാല് സഹീൽ ബുഖാരിയിലെ ഹദീസിൽ കാണാം, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ. ദുന്യാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലാണ്. ബുഖാരിയിൽ നമ്മളെപ്പോൾ ആരെങ്കിലും ഒരാൾ ജയിലിൽ കടന്നു നോക്കാം. അപ്പൊ അബ്ദുറഹീം ജയിലിൽ പോന്നിട്ടില്ലാവുന്നുണ്ട്, സംഗതിയായിട്ടപ്പോ വരും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. നമ്മളാരെങ്കിലും ജയിലിൽ കടന്നാൽ ഓനെ കുറച്ചു കാലം കൂടി കടത്തട്ടെ എന്നാരെങ്കിലും വിചാരിക്കും? ദുന്യാവ് മുഅ്മിന്റെ ജയിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പം മരിച്ചണേനത് വരയ്ക്കല്, ദീർഘായുസനത് വരയ്ക്കല് അല്ലേ? ദുന്യാവ് ജയിലാന്ന് പറയുന്നുണ്ട്. പടച്ചോനെ ജയിലിൽ കുറെ കാലം കടത്തട്ടെ, ആഫിയത്തുള്ളത്. മറന്നു കാണി ചില ആൾക്കാർ സംഭാവന ഖബറിലടക്കണ വെല്ലിപ്പാക്ക് ദീർഘായുസിന് സംഭാവന കൊടുക്കണം കാലം അല്ലേ? അത് ദുന്യാവ് ജയിലാണെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ട എന്തായി? ജയിലിൽ നിന്ന് അല്ലേ? നബി തങ്ങൾ എന്താ പറഞ്ഞത്? അൽ മൗത്തു റാഹത്തുൽ മുഅ്മിൻ, അൽ മൗത്തു കഫാറത്തുൽ മുഅ്മിൻ, അൽ മൗത്തു തുഹ്ഫത്തുൽ മുഅ്മിൻ ഖാല റസൂലുള്ളാഹി. നമ്മൾ ഈ സ്റ്റേജും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ഷഫീഖ് എന്ന പ്രവർത്തകന്റെ സ്മരണയിലുള്ള സ്റ്റേജ് അത്. അള്ളാഹു ആ കൂട്ടുകാരന് ജാരിയായ സദഖയായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആകസ്മികമായ സമയത്ത് അവിടുന്ന് മരണപ്പെട്ടു. അകാല മരണം എന്ന് ചിലവർ പറയും, അങ്ങനെ പറയാൻ പാടില്ല. ആ കാലത്തുള്ള ഓരോ ആളുകൾക്ക് എപ്പോഴാണ് റബ്ബ് കണക്കാക്കിയത്, ആ കണക്കാക്കിയ സമയത്ത് റബ്ബ് വിളിക്കും. അതങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബിമാരിൽ ഒരാള് 600 മരങ്ങളുള്ള ഒരു ഈത്തപ്പന ഒരാൾക്ക് നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വഖഫ് ചെയ്തു. വഖഫ് ചെയ്ത് പെരി പോയോടുകൂടെ ഒരൊറ്റ മരിച്ചല. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു, സംഭാവന ചെയ്ത ആ വകയിൽ കുറെ കാലം ദീർഘായുസ് കൊടുക്കല്ലേന്ന് വേണ്ടെന്ന്. എന്താ പെട്ടെന്ന് മരിച്ചു എന്ന് ചോദിച്ചപ്പോ ഇതിന്റെ കൂലി ഭയങ്കര കൂലിയെന്നു, അത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു വിളിച്ചതാണ്. അതാണ് ചില ആളുകൾ ചില നന്മ പ്രവർത്തിച്ച ആളുകളെ പെട്ടെന്ന് അള്ളാഹു കൊണ്ടുപോകും. അതിന്റെ അർത്ഥം അയാൾ ബറാത്തിരി യാസീൻ ഓതിയിട്ടില്ല, അങ്ങാടി കൂടെ അടക്കിയെന്നു. അങ്ങനെയല്ല ഇതിനെ മായന. ഫിറഔന് 400 കൊല്ലം അള്ളാഹു തആല വയസ്സ് കൊടുത്തു. ഒറ്റ കൊല്ലം ബറാത്തിന് യാസീൻ ഓതിയിട്ടില്ലല്ലോ ഫിറഔന്. എന്നിട്ടും ആ വകയിൽ 400 കൊല്ലം രാജ്യം ഭരിച്ച ആളാണ്. അപ്പൊ ആയുസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ തൂബാലിമൻ ത്വാല ഉംറുഹു, ആയുസ് വർദ്ധിക്കല് നല്ല കാര്യമാണ്. എപ്പോ? വഅമില ലിമാ ബഅദൽ മൗത്ത്, നാളത്തേക്ക് വേണ്ടി അമല് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്.
ആയുസ് അത് ബറക്കത്തുള്ളതാവും. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ കയ്യിലൊരു കിതാബ് തരും. اقرأ كتابك يا عبدي على مهلي فهل ترى فيه حرفا كان مكانا فهل ترى فيه حرفا غير مكانا. നീ വായിച്ചു നോക്കുക, നിന്റെ കിതാബ് അലാ മുഹലിൽ നിന്ന് തിരക്കില്ലല്ലോ, അങ്ങാടിയിൽ പോവേണ്ടതില്ലല്ലോ, കുട്ടികളെ കോളേജിൽ ചേർക്കാൻ പോകേണ്ടതില്ലല്ലോ. നീ ഒന്ന് വായിച്ചു നോക്കൂ. സാവകാശം എല്ലാം രേഖപ്പെടുത്തിയ കിതാബാണ്. ആ കിതാബ് നോക്കുമ്പോൾ യൂസുഫുൽ ഫൽഫരിക്ക് ഒരുപാട് സന്തോഷിക്കാനുണ്ട്, അബ്ദുൽ ഖാദിർ ഫൽഫരിക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്, സന്തോഷിക്കാനുണ്ട്, ബാപ്പുട്ടി മുസ്ലിയാർക്ക് ഒരുപാടുണ്ട്, നേരത്തെ സൂചിപ്പിച്ച അലിമീങ്ങൾക്ക് ഒരുപാടുണ്ട്. നമുക്കുള്ളതെന്താണ്? മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ന സ്വലാത്തി, ഞാൻ ഈ നിസ്കരിക്കുന്നത്, വനുസുക്കി എന്റെ മറ്റു പ്രവർത്തനങ്ങൾ, വമഹയായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ് എന്ന് നമ്മളെല്ലാം പറയുമ്പോൾ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയുള്ള എത്ര മണിക്കൂർ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയും, എത്ര സെക്കൻഡുകൾ നമുക്ക് സമർപ്പിക്കാൻ കഴിയും. എന്നാൽ മഹാന്മാരായ ഇൽമിന്റെ മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾ ഒരു സെക്കൻഡ് പോലും ഒഴിവാകാതെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ എല്ലാ മേഖലയിലും വിജയിപ്പിക്കുമാറാവട്ടെ. എന്താണ് അവരുടെ പ്രത്യേകത? 9 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് എന്നതാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു ദിവസം ഒരു പുഴക്കരയിൽ നിൽക്കുകയാണ്. വലിയ സംഭവം. പുഴയിലെ തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കൽ കണ്ണിന്റെ കാഴ്ച വർദ്ധിക്കുന്ന. ഈ പള്ളീന്റെ അതിലാണ് പോയാൽ പുഴ ഉണ്ടായിരുന്നു, പുഴുണ്ട്, പുഴ അവിടെ ഉണ്ടാവും, വെള്ളമുണ്ട് അല്ലേ, ബണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, ബണ്ട് ഇട്ടിരുന്നു, ആനക്കയത്തൊക്കെ ഉണ്ടാവും അവിടെ. ആയിക്കോട്ടെ, അങ്ങനെ തെളിയില്ല എന്നുള്ളൂ. എന്നാ ഞാൻ നോക്കാൻ നിൽക്കണം. തെളിയില്ല വെള്ളത്തേക്ക് നോക്കിയാല് സംഭവം അങ്ങനെ എന്താവട്ടെ. അപ്പൊ ഇങ്ങനെ ഷാഫി ഇമാം ഇടക്ക് നീന്താൻ പോകും. ഇപ്പൊ നമ്മളെ മദീനത്തെ പള്ളിയുടെ ബാബുസലാമിന്റെ നേരെ പിന്നിലെ 11ാമത്തെ തൂണിന്റെ അവിടെയാണ് നബി തങ്ങളുടെ ബാപ്പയായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ബാബുസലാമിന്റെ നേരെ പിന്നിലെ 11ാമത്തെ തൂണിന്റെ അവിടെ. അതിന്റെ തൊട്ടപ്പുറത്ത് 13ന്റെ ഭാഗത്തൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളം നബിതങ്ങൾ നീന്തുന്ന കുളം. വാജിബുൻ അലൽ ആബാഇ തഅലീമു സിബിയാനികും അസ്സിബാഹ. ബാപ്പമാർ കുട്ടികളെ നീന്തം പഠിപ്പിക്കൽ നിർബന്ധമാണ് എന്നാണ് ഹദീസിലുള്ളത്. ഞങ്ങനെ പുഴയ്ക്ക് പോകണം ഏർപ്പാടൊന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് നാളെ മുതൽ പുഴയ്ക്ക് പോകണമെന്നല്ല പറഞ്ഞത്. സംഭവം അങ്ങനെയാണ്. ഏത് വിഷയങ്ങൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്നു. അപ്പൊ ശാഫിഈ ഇമാം പുഴയിലേക്ക് ഇങ്ങനെ നോക്കി. അടുത്ത് റബീഅ റളിയല്ലാഹു അൻഹു ഖാദിമും ശിഷ്യൻ. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പുറത്തൊരാള് വുളു എടുക്കുന്നു. വുളു എടുക്കുമ്പോ ലാ യുഹ്സിനുൽ വുളുഅ, ദർസിലും മദ്രസിലും പഠിച്ച രൂപത്തിലുള്ള വുളു അല്ല അയാൾ എടുക്കണം. ഇപ്പൊ നമ്മള് 2ാം ക്ലാസ് മുതൽ മദ്രസില് വുളു എടുത്തി, വുളു പഠിച്ചിരുന്നു. ആ പഠിച്ചെന്നുള്ളതാണ് തല മുഴുവനും തടവൽ.
അതൊരു സുന്നത്താണ്. തല അല്പം തടവി നിസ്കരിക്കുന്നതിനേക്കാൾ 40 ഇരട്ടി പ്രതിഫലമാണ് മുഴുവൻ തടവി വുദൂ എടുക്കുക. ഇനിയിപ്പൊ ഇന്ന് മഗ്‌രിബിക്ക് തല മുഴുവൻ തടവി ആൾക്കാർ കയ്യൊന്തിക്കും എന്ന് ഞാൻ പറയണില്ല. കുറെ ആൾക്കാരെ ചിരി കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? അപ്പൊ അത് നമ്മൾ കിതാബ് പറഞ്ഞ വുദൂ അല്ല എടുക്കണത്. കിതാബിൽ തല മുഴുവനും തടവൽ സുന്നത്താണെന്നാ, സുന്നത്തുകാരനെ എടുത്താൽ കൂലിട്ടുന്നാണ്. വുദൂവിന്റെ ശേഷമുള്ള ദിക്ർ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന അടങ്ങുന്ന ദിക്ർ സുന്നത്താണ്. ചെല്ലിയ ആളുകൾ ഉണ്ട്, പക്ഷെ ഉണ്ടില്ല. അങ്ങനെ അപ്പൊ ജീവിതത്തിൽ ചിട്ട വളരെ പ്രധാനം. അതാണ് മഹാന്മാര് പറഞ്ഞത്, വഹുഫിഫത് ഇന്നാ വഖല്ലൽ അമലു വതൽസമില്ലാഹു ഇദാ മാ തുഹ്മലു. ജീവിതത്തിൽ നിന്ന് നിഷ്ഠ നഷ്ടപ്പെട്ടാൽ, ജീവിതത്തിൽ നിന്ന് ചിട്ട നഷ്ടപ്പെട്ടാൽ അല്ലൽ അമലു, അത് അമല് കുറയാൻ കാരണമാണ്. ആത്മീയതയിൽ പിന്നോക്കാവസ്ഥ വരികയാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നെഗറ്റീവായിരിക്കും ഫലം എന്നതാണ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരാതെ ജീവിതത്തിൽ ചിട്ടയോടുകൂടെ ജീവിക്കാൻ വേണ്ടതെന്താണ്? മിമ്മാ തുളീഫുഹു ലിഫ്കതൂരി സൈനാ. തൂരി സൈനാ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്ന, എപ്പോഴും ആളുകളുടെ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു മാതൃകയുള്ള പർവ്വതം പോലെ നീയാവണമെങ്കിൽ നീ 2 കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒന്ന് കസ്ൽ ഒഴിവാക്കലാണ്, അതുപോലെ അഹങ്കാരം ഒഴിവാക്കലാണ്. ആ 2ഉം ഒഴിവാക്കുമ്പോഴാണ് ജീവിതത്തിൽ ചിട്ട വരുന്നത്. അതാണ് മഹാരഥന്മാരായ ആളുകൾക്കെല്ലാം ജീവിതത്തിൽ ഉണ്ടായി എന്നത്. അതുകൊണ്ട് സുന്നത്തായ കാര്യങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇമാമുന ശഫീഈ തങ്ങൾ പുഴയിൽ ഒരാൾ ഇങ്ങനെ വുദൂ എടുക്കുമ്പോ ലാ യുഹ്സിനുൽ വുദൂഅ, വുദൂ ശരിക്കും വുദൂ എടുക്കുന്നില്ല. ഉടനെ അയാൾ അടുക്കലേക്ക് പോയി, എന്നിട്ട് അയാൾ ഉപദേശിക്കുക. ഉപദേശം മരുന്ന് കൊടുക്കുന്നത് പോലെ എന്നാണ്. മരുന്ന് എന്ന് പറയുന്ന സാധനം അളവ് കൂടിയ പ്രശ്നമാണ്. പ്രഷറിന് 1 മാസത്തിന് ഗുളിക എഴുതി ശരിക്കും മാറാൻ വേണ്ടി കടല നണമാരിക്ക് 30 ഗുളിക അങ്ങനെ തിന്നു നിൽക്കാം. ആള് വടിയാവും. അഥവാ ഓവറായി ഉപദേശിച്ചാൽ അത് പ്രശ്നം. അളവ് കുറഞ്ഞാലോ 2 ഗുളിക കിടക്കുന്നത് പൈസ ചെലവാകണീന് അരപ്പൊട്ട് കുടിച്ചാലോ അത് ഐദറൂന്റെ മരുന്നിന്റെ ആയിരിക്കും ഗുണമല്ല ദോഷമല്ല, ഒന്നും ഉണ്ടാവില്ല. ആടിന്റെ താടി പോലെ അറിഞ്ഞില്ലേ, ചില ആടുകൾക്ക് ഉണ്ടാവും ഇവിടെ തൂങ്ങിക്കിടക്കുന്ന സാധനം. അത് കറന്ന പാലിട്ടു കിട്ടൂല, എന്നാ പിന്നെ അതിനെ ഇറച്ചിക്ക് പറ്റുമോ? അതിനും പറ്റൂല. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാകാൻ പോണം. എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളും സംഗതികളൊക്കെ അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ശാഫിഈ ഇമാം ഇങ്ങനെ പോയി ഉപദേശിക്കാൻ ഒരു ശൈലിയുണ്ട്. എങ്ങനെ ഉപദേശിക്കേണ്ടത് ശാഫിഈ ഇമാം പഠിപ്പിക്കുക. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ജേരി വിദ്യാഭ്യാസ ബോർഡിലാ പഠിച്ചത്, മാസം പഠിച്ചിട്ടില്ലേ? അതിന്റെ വലിപ്പം നടന്നോക്കാം, ഒരു കരിക്കട്ടേന്റെ വരച്ചോക്ക ചുമരുമേ ജാമൂസെ പോത്തെ കഴുത തലയിൽ ആട്ടിൻകാഷ്ടം പഠിച്ചു കയറ്റിയ മരക്കഴുത എന്തെല്ലാം വിളിച്ചും നിഘണ്ടുവിൽ കിട്ടാവുന്ന തെറ്റുകളൊക്കെ വിളിക്കും. ഇതങ്ങനെയല്ല. ശാഫിഈ ഇമാം ഐ ബുനയ്യ, കുഞ്ഞിമോനെ, എന്തോ ഒരു വിളി മോളെ, എന്തോ ഒരു റാഹത്ത്, എന്തോ ഒരു സന്തോഷം. വിളിയിൽ തന്നെ അങ്ങോട്ട് വീണു പോകും. അജാതി വിളി. അഹ്സിൻ വുദൂഅക,
വുളു എന്നാണ് ഉഷാറാക്കുക. അഹ്സനല്ലാഹു ഇലൈക ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഗുണം ചെയ്യും. അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അസ്ബിഗിൽ വുളുഅ, വുളു ശരിക്കും എടുത്തോ, യസിദ് ഫീ ഉംരിക, ആയുസ് വർദ്ധിക്കുന്ന. വുളു ശരിക്കും എടുത്താല് ആയുസ് വർദ്ധിക്കുന്ന. അപ്പൊ ഒരാൾ പെട്ടെന്ന് മരിച്ചിക്കണമെങ്കിൽ ഞാൻ അയാൾ വുളു ശരിക്കും എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെ ഒരാളോട് ചന്തക്ക് പോകാൻ വേണ്ടി പറഞ്ഞു, മഞ്ചേരി ചന്തക്ക് ഒരൊറ്റ പോക്ക. എന്തിനാന്ന് ചോദിച്ചില്ല, ഒരൊറ്റ പോക്കായി പൊട്ടൻ ചന്തക്കാണ് പോയി. പിന്നെ കുറെ നേരം അവളെ ചുറ്റി തിരിഞ്ഞ് ഇങ്ങോട്ടെന്നോട് പോകുന്നു. ഇങ്ങോട്ടെന്നോട് പോന്നപ്പോ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. കാര്യം ചോദിക്കാതെ നമുക്ക് പോയിക്കാണല്ലോ. എന്തായി ഒരു ചെവി പിടിച്ചണ്ടായിരുന്നു. കുറെ കാലം കഴിഞ്ഞേക്ക് ഇപ്പം ഇങ്ങനെ ചന്തക്കോയപ്പണ്ട് 2 ചെവി ഇല്ലാത്ത ഒരാള്. അപ്പൊ ഒപ്പം ചോദിച്ചോളാ, അത് 2 വട്ടം ചന്തക്കോയല്ലേ? അപ്പൊ ഓന് എന്തിനാ ചെവി മുറിച്ച് തന്നെ ഓൻ അറിയണം. അങ്ങനെയല്ല ഓരോ മനുഷ്യന്മാരെ കഥകൾ അങ്ങനെ. അവ കാര്യം അറിയാം. അപ്പൊ ഇവരോട് ഒന്നങ്ങോട്ട് മട്ടത്തില് വളരെ കൃത്യത്തില് ഒന്നാണ് ഉഷാറാക്കിയാൽ അല്ലാഹു ദുനിയാവിൽ നിനക്ക് ഖൈർ നൽകും. എന്താണ് ദുനിയാവിൽ ഖൈർ നൽകുന്നത്? യസിദ് ഫീ ഉംരിക, ഖാല റസൂലുള്ളാഹി, ആയുർദൈർഘ്യം ഉണ്ടാവാൻ അത് കാരണമാണ്. ആഖിറത്തിലുള്ള ഗുണം എന്താണ്? ആഖിറത്തിലുള്ള ഗുണം എന്താണ്? ഇന്ന ഉമ്മതി യുദ്ഔന യൗമൽ ഖിയാമ ഗുർറൻ മുഹജ്ജിലീൻ, നാളെ ആഖിറത്തിൽ കൈകാലികൾക്ക് പ്രത്യേകം പ്രകാശം നൽകപ്പെടും. എന്തേ കാരണം? മിൻ ആസാരിൽ വുളൂ ഫമൻ ഇസ്തതാഅ മിൻകും, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കഴിയുകയാണെങ്കിൽ അയ്യതൂല ഗുർറതഹു വതഹജീലഹു, കൈകാലുകൾ നീട്ടിക്കഴുകാൻ, മുഖം നീട്ടിക്കഴുകാൻ കഴിയുമെങ്കിൽ ഫല്യഫഅൽ, അവർ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാര് ആ രൂപത്തിൽ ചിട്ടയോടെ ഉടുകൊടുക്കുന്നത്. കുറെ സുന്നത്തുകൾ പുതിയ സംവിധാനത്തിലൂടെ വന്നുപോയി. ഇരുന്ന് വുളു എടുക്കൽ സുന്നത്താണ്. ഇരുന്ന് വുളു എടുക്കൽ സുന്നത്താണ്. പക്ഷേ ഇരുന്ന് വുളു എടുക്കാനുള്ള സംവിധാനങ്ങൾ കുറഞ്ഞുപോയി. ഖിബിലക്ക് മുന്നിട്ട് വുളു എടുക്കൽ സുന്നത്താണ്. അതിനുള്ള സംവിധാനങ്ങളും കുറഞ്ഞുപോയി. വുളുഇന്റെ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 700 മില്ലി കൊണ്ടാണ് വുളു എടുത്തിരുന്നത്. എന്നാൽ ഒരാൾ വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ 3 ഇരട്ടി പാഴാക്കി പോയി. അല്ലേ? നമ്മൾ പൈപ്പൊന്നും ഉണ്ടാക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അങ്ങനെ ചെല്ലി വായിൽ വെള്ളം കുപ്പിളിക്കുന്ന സമയത്ത് വെള്ളം കുറേ പോയി. മൂക്കിൽ വെള്ളം അങ്ങനെ കുറേ പോയി. മുഖം ഇങ്ങനെ തേച്ചൊരച്ച് കഴിയുമ്പോഴത്തിന് വെള്ളം കുറേ പോയി. കൈ ഇങ്ങനെ കഴുകി അതിങ്ങനെ ഒരച്ച് കഴിയുമ്പോഴത്തിന് വെള്ളം കുറേ പോയി. തല തടവുമ്പോഴേക്ക് വെള്ളം കുറേ പോയി. കാല് കഴുകുമ്പോഴേക്ക് വെള്ളം കുറേ പോയി. പഴയ കാലത്ത് നമുക്കൊന്ന് മൂത്രമൊഴിക്കാൻ 1 കപ്പ് വെള്ളം മതി, വസ്വാസ് ഇല്ലെങ്കിൽ. വസ്വാസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് 35 വക്കറ്റാ ഒരാൾക്ക് ഒരു കക്കൂസ് പോക്കി. അപ്പൊ അങ്ങനെ 1 കപ്പ് വെള്ളത്തിന്റെ സ്ഥാനത്ത് നമ്മൾ വീട്ടിലെ ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ആ മൂത്രം പോവാൻ വേണ്ടി അമർത്തുമ്പോൾ 15 ലിറ്റർ വെള്ളം നജസിലേക്ക് നമ്മൾ ഒഴുകി. അള്ളാന്റെ നിയമത്ത് അല്ലേ? ഞാൻ പറഞ്ഞ കാര്യമല്ലേ? ആ വെള്ളത്തിന്റെ ഒക്കെ വില ഞാൻ നാള് 12 കിണർ കുഴിച്ച് വെള്ളം കിട്ടായിട്ട് 13ാമത്തെ കിണറിന് കുറ്റിയടിച്ചാൽ വേണ്ടി. അങ്ങനെ വെള്ളമില്ലാത്ത കുറെ ആൾക്കാർ, നിങ്ങൾ പോയതിന്റെ പക്കത്താകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും കുറച്ചൊക്കെ ചില ഭാഗങ്ങൾക്കൊക്കെ എന്തൊരു പറമ്പുണ്ടല്ലോ, അടക്കാപ്പറമ്പ് എന്താ പറയാ, അടങ്ങാൻ പറമ്പ്, ആ നാണ് തുടക്കം എന്നറിയാം. ബാക്കിയൊക്കെ മറക്കും. എന്തോ ആട്ടെ, അവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. അതിന്റെ മേലൊക്കെ വെള്ളമുണ്ട്. ചില ഭാഗങ്ങളിൽ വെള്ളമില്ലാത്ത ചില സ്ഥലങ്ങളിൽ എന്തോ ആവട്ടെ. അല്ലാഹു നമുക്ക് ഇഷ്ടം പോലെ വെള്ളം തരട്ടെ. നമുക്കെന്നാ പോരെ എല്ലാവർക്കും. കാരണം എത്ര ആൾക്കാർ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു. എന്തെല്ലാം നാട്ടിൽ എവിടെയെല്ലാം ദിവസവും വണ്ടിക്ക് 600 രൂപ ദിവസവും ചെലവാക്കി വണ്ടിക്ക് അടിച്ചു വരുന്ന ആൾക്കാരുണ്ട്, വെള്ളമടിക്കുന്ന ആൾക്കാരുണ്ട്. ഒക്കെ നമ്മളെ നാട്ടിൽ കൂടെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇയ്യാക വൻ തുസ്രിഫ, ഓവറാക്കരുത്. വലൗ കുന്ത ഫീ ശത്തിൻ നഹർ, പുഴയെന്നാണ് ഉതുണ്ടാക്കണതെങ്കിലും ഓവറാക്കരുത്.
നല്ല ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഉലൂഹ് പരിപൂർണമാക്കിയെടുക്കുക. ഈ യുവാവിനോട് പറഞ്ഞപ്പോൾ യുവാവ് തുടക്കം മുതൽ ഉലൂഹ് എടുത്തു. ശാഫിഈ ഇമാമും ശിഷ്യനും കുറച്ചിങ്ങോട്ട് ഇപ്പുറത്തേക്ക് വന്നു. ഉടനെ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാമിന്റെ അടുക്കലേക്ക് യുവാവ് വരികയാണ്. യുവാവ് അടുത്തു വന്നു. ശാഫിഈ ഇമാമിനെ പരിചയം ഇല്ല. ശാഫിഈ ഇമാമിനോട് അടുത്തേക്ക് വന്ന ഈ യുവാവിനോട് ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, മോനെ, നിനക്ക് വല്ല ആവശ്യവും എന്നിലൂടെ നിർവഹിക്കാനുണ്ടോ? സഹോദരന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഓഫീസിലേക്കൊരു പേപ്പർ വാങ്ങണം, അതല്ലെങ്കിൽ നമുക്ക് സ്വാധീനമുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് അയാൾക്കൊരു ഹെൽപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ അയാളെ പിന്നാലെ ഒന്ന് പോയി കൊടുക്കണം. അങ്ങനെ സഹോദരന് ഒരു ഹെൽപ്പിന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? അങ്ങനെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർക്കുള്ള പ്രതിഫലം എത്രയാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിലിരിക്കുന്നു. മദീന പള്ളിയിലാണ്. ഇബാദത്തുകൾക്ക് മൂല്യമുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ ബഹുമാനപ്പെട്ടവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ തന്റെ ശിഷ്യൻ വന്നിങ്ങനെ കരയുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, അങ്ങയുടെ മറ്റൊരു ശിഷ്യന് പൈസ കൊടുക്കേണ്ട തീയതിയാണ്, അയാൾ എന്നെ വരച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും, അയാളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഉടനെ ഇബ്നു അബ്ബാസ് തങ്ങൾ എണീക്കാൻ ഒരുങ്ങിയപ്പോ, നിങ്ങൾ എത്തിക്കാഫിലല്ലേ? സാധാരണ പള്ളിയില് 1 മണിക്കൂർ ഒരാൾ എത്തിക്കാഫിരുന്നാൽ ബഅദഹുല്ലാഹു അനിന്നാരി 70 ഖരീഫ 35,94,000 കിലോമീറ്റർ നരകത്തിൽ നിന്ന് അകന്നു പോകുന്ന 1 മണിക്കൂറിന്. ജുമയ്ക്ക് എത്ര നേരത്തെ പോകണോ അത്രയും നല്ലതാണ്. മണിക്കൂർ കൂടുന്നിടത്തനുസരിച്ച് ഡിസ്റ്റൻസ് കൂടും. അപ്പോ അതും മദീന പള്ളിയിലല്ലേ നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇത്തിക്കാഫ് മുടക്കിയതിന് വരണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ എന്താ, ഈ പള്ളിയിൽ 20 കൊല്ലം ഞാൻ കണ്ടിന്യൂ ആയി ഏത്തിക്കാഫിരുന്ന് പ്രതിഫലം ലഭിക്കുന്നതിനേക്കാൾ നിന്നെപ്പോലെയുള്ള ആൾക്ക് വേണ്ടിയൊന്ന് സംസാരിക്കാൻ രംഗത്ത് വരലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പരമാവധി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യും. ഗുണം ചെയ്യാൻ പറ്റുന്നത് ആൾക്കാരെ ഖൽബിൽ സന്തോഷം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇബാദത്ത്. അഫ്ളലുൽ ഇബാദ ഇദ്ഖാലുസ് സുറൂരി ഫീ ഖുലൂബിൽ ഖൽഖ്. ഒരു റിപ്പോർട്ടിൽ സൃഷ്ടികളുടെ ഖൽബിൽ സന്തോഷം പാര വെക്കല്ല, വിഷമുണ്ടാക്കല്ല, ആളുകളുടെ ഖൽബിൽ നമുക്ക് സന്തോഷം കൊടുക്കാൻ കഴിയും. തെറ്റായ സാഹചര്യത്തിൽ ജീവിച്ചിരുന്നൊരു പെണ്ണ് സ്വർഗത്തിലേക്ക് എത്തപ്പെടാൻ സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെ? ഒരു നായക്ക് ഷൂ കൊണ്ട് മുക്കി വെള്ളം കൊടുത്തു എന്നുള്ളതാണ്. ആ നായന്റെ ഖൽബില് സന്തോഷിട്ട് കൊടുത്തപ്പോ അതുവരെ ചെയ്ത തെറ്റ് മുഴുവൻ അല്ലാഹു തആല പുറത്തു കൊടുത്തു. 70 കൊല്ലം ഇബാദത്ത് എടുത്തിരുന്ന ഒരാള് നരകത്തേക്ക് പോകാൻ കാരണം എന്താ? ഒരു ജീവിയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടു എന്നതാണ്. അതുകൊണ്ടാണ് സൃഷ്ടികളുടെ ഖൽബിൽ സന്തോഷിക്കുന്ന പ്രവർത്തനത്തിന് ആ മൂല്യം. നിസ്കരിക്കാത്തവന്റെ സക്കാത്ത് അല്ലാഹു കബൂലാക്കും, സക്കാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കൂല. കാരണം എന്താ? സക്കാത്ത് കൊടുക്കുന്നിടത്ത് മനുഷ്യരുടെ മനസ്സിൽ സന്തോഷം നൽകുന്നു. ഹദീസിലുള്ളതാ, നിസ്കരിക്കാത്തവന്റെ സക്കാത്ത് അല്ലാഹു കബൂലാക്കും, സക്കാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കൂല. അതാണ് ആളുകളുടെ ഖൽബിൽ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്താ? എനിക്ക് അല്ലാഹു ഈ നിഅമത്തൊക്കെ നൽകി, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. എനിക്ക് അല്ലാഹു ഇഹ്സാൻ നൽകിയിട്ടുണ്ടെങ്കിൽ എന്നിലൂടെ എന്റെ സഹോദരനും എനിക്കുള്ള സൗകര്യമാണ്.
എന്റെ വീട്ടിലേക്ക് വണ്ടി വരും. ഒരു 3 അടിയിലൂടെ അല്ലെങ്കിൽ 5 അടിയിലൂടെ പോണം പിന്നത്തെ ആളുടെ വീട്ടിലേക്കെങ്കിൽ റബ്ബേ എന്റെ മുറ്റത്തേക്ക് വരുമല്ലോ വണ്ടി. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ വന്നാല് ചുമന്നു കൊണ്ടുപോകണല്ലോ. അതുകൊണ്ട് എന്റെ മതിലൊന്ന് പൊളിച്ച് ഞാനൊന്ന് വിശാലാക്കട്ടെ എന്ന് ചിന്തിക്കാൻ നമ്മുടെ ഈമാൻ വളർന്നിട്ടില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. 8-9 ഏക്കർ ഭൂമിയുള്ള ഒരാൾ 5-6 സെന്റ് മാത്രം ബാക്കിലുള്ള ഒരു പാവപ്പെട്ടവന്റെ അടുക്കലേക്ക് വഴി വെട്ടാൻ വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഒരിക്കൽ പോയി. അയാളോട് പറഞ്ഞു, നിങ്ങൾ അതൊന്നാണ് വിശാലാക്കി കൊടുത്താൽ 2 ഏക്കർ സെന്റ് നിങ്ങളെ 8.5 ഏക്കറിൽ പോകുള്ളൂ. ആ 2 ഏക്കർ സെന്റ് നിങ്ങൾ കൊടുക്കുമ്പോ ഖബർ വിശാലായിക്കോളും എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞെന്താ അറിയോ, ഏതായാലും ചെരിഞ്ഞ് കിടക്കല്ലേ, ഞാൻ മാന്തിങ്ങാണ്ട് വിശാലാക്കിക്കൊണ്ട് എന്നാലും കൊടുക്കില്ല. അങ്ങനെയുള്ള നാടാണ്. ആരും കൊണ്ടുപോകൂലൊന്നും. ഒരു ഖബറിന് വലിയ ഖബറാണെങ്കിൽ അതിന് വേണ്ടത് 16 സ്ക്വയർ ഫീറ്റാണ്. ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 435 സ്ക്വയർ ഫീറ്റാണ്. 40.47 സ്ക്വയർ മീറ്ററാ. 435.47 സ്ക്വയർ ഫീറ്റാ. 2.47 ആർ, ആധാരത്തിലൊക്കെ 6 എന്നാണ്. അതാണ് ഒരു സെന്റ് പറഞ്ഞത്. 16 സ്ക്വയർ ഫീറ്റ് ഒരു ഖബറിന് വേണ്ട. സാധാ ഖബറൊക്കെ 14 സ്ക്വയർ ഫീറ്റ്. എന്നാൽ സാധാരണ ഒരു വലിയൊരു ഹൈറ്റും വെയിറ്റുള്ള മനുഷ്യനാണെങ്കിൽ അയാൾക്ക് വേണ്ടത് 16 സ്ക്വയർ ഫീറ്റാണ്. ആ 16 സ്ക്വയർ ഫീറ്റും നമ്മളെ ഭൂമിയിലല്ല ഖബറടക്കല്, പിന്നെ പള്ളി തൊടുവില ഖബറടക്കല്. നമ്മൾ ആരെങ്കിലും നമ്മളെ ഭൂമിന്റെ ആധാരം കൊണ്ട് പോകും. കഴിഞ്ഞ ആഴ്ച ഇപ്പം മധ്യസ്ഥം വഹിച്ചിട്ടുള്ളൂ. 42 ഏക്കറുള്ള ഒരു വാപ്പാന്റെ മുതലിന് വേണ്ടി മക്കൾ കച്ചറുണ്ടാക്കി. 5 ഏട്ടനെ കുരിച്ചിർത്തിങ്ങാണ്ട് കത്തിയോണ്ട് കുത്തി. ഈ വാപ്പ തിന്നും കുടിച്ചും ചെയ്യാതെ ഇടങ്ങേറായി ഉണ്ടാക്കിയിട്ട് ആ വാപ്പാന്റെ അടുത്തേക്കൊന്ന് പോയിട്ടൊരു അസ്സലാമലൈക്കൊന്ന് പറയാൻ വരെ മക്കൾക്ക് സമയമില്ലാതെ മുതലിന് വേണ്ടി കച്ചറുണ്ടാക്കുക. 10-35 ലക്ഷം അക്കൗണ്ടിലുള്ള ഒരു ഉമ്മാമാനെ ആ ലക്ഷം കയ്യോളം നോക്കിയിട്ട് പിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയത് നമ്മളെ നാട്ടിലാണ്. കഴിഞ്ഞെല്ലാം ആ താത്ത മരിച്ചത്. ആർക്ക് വേണം ദുനിയാവ്? ആരാ കൊണ്ടുപോകുന്നത്? ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജാരിയായ സദഖ. ഇപ്പൊ സഫീഖിന്റെ മോനെ, ആ മോന്റെ പേരിൽ ഇവിടെ ഒരു ജാരിയായ സദഖ എന്നുള്ള സംവിധാനം ഉണ്ടാക്കി. ഈ സ്ഥാപനം, നമ്മുടെ ഈ മർക്കസും, ഇതൊക്കെ ഒരുപാട് ആളുകളുടെ അധ്വാനം. ഒരുപാട് ആളുകൾ. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ, എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് ആരും ഒന്നും കൊണ്ടുപോകണ്ട. ആ ബോധവും ബോധ്യവുമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അവിടെ കിടക്കുമ്പോ റാഹത്തായി ഇങ്ങനെ കിടക്കണം. എന്താ കിടക്കാൻ കാരണം? ദീനിനു വേണ്ടി കുറെ ആളുകൾ പലതും ചെയ്തു എന്നതാണ്. അതുകൊണ്ട് നമ്മൾ താല്പര്യപ്പെടേണ്ടത് എന്താണ്? പടച്ചോനെ, ഞാൻ ഖബറിൽ കിടക്കുമ്പോ ഞാൻ ഫ്രീ ആയി കുഴിച്ചു കൊടുത്ത ഒരു കിണറ്, അതിന്റെ വരുമാനം എന്റെ ഖബറിക്ക് വരണം. ഞാൻ ഫ്രീ ആയി കയറ്റിക്കൊടുത്തൊരു വീട്, ഞാൻ ഇപ്പൊ അടുത്തൊരു വീട്ടിൽ കുറ്റിയടിക്കാൻ വേണ്ടി പോയി 5 സെന്റുള്ള സ്ഥലത്ത്. അപ്പൊ ഒരാള് അയാളുടെ ഉമ്മായുടെ, അയാളുടെ ഭാര്യന്റെ ഓഹരിയായി 3.5 ഏക്കർ അയാൾക്ക് കിട്ടി, അയാളുടെ ഭാര്യക്ക് കിട്ടി. ഭാര്യയും മക്കളും അയാളും കൂടി തീരുമാനിച്ചു ഇത് 5 സെന്റായിട്ട് കഷ്ണം വെട്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കുക, വെറുതെ കൊടുക്കുക, നമുക്ക് അവിടെ സുഖമായി കിടക്കാം. ഇവർക്ക് ഇനി ആകെ ഉള്ളത് വേറെ 16 സെന്റിലൊരു ഭൂമിയാണ്. ബാക്കിയുള്ള 3.5 ഏക്കറെ കിട്ടിയുണ്ടല്ലോ, ആ കിട്ടിയത് മുഴുവനും പീസാക്കി 5 സെന്റാക്കി അങ്ങനെ കൊടുത്തു. എന്നിട്ട് അതിലങ്ങനെ പെരയിട്ടൊരു കോളനി ഉണ്ടാവുക, കുറെ ആൾക്കാർ. നമ്മൾ ആലോചിച്ച് നോക്കാം, 10 സെന്റിലധികം എനിക്ക് ഭൂമി ഉണ്ടോ? ഒരു കുടുംബത്തിനെങ്കിൽ ഒരു കുടുംബത്തിന് 5 സെന്റ് കൊടുക്കാൻ എനിക്ക് കൽബ് വരുന്നുണ്ടോ? നമ്മൾ ഭാഗ്യവാൻ അല്ല. അവിടെയും ബിസ്കത്തലാണോ? ഒരു കാര്യമില്ല, മൂല്യബോധമല്ല എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താറുള്ളത്, മഹ്ശറിൽ ചെല്ലണ സമയത്ത് നമ്മളെ പേരിൽ ഇങ്ങനെ ചില സംഗതികളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അത് വലിയ റാഹത്താണല്ലോ, ഖൈർ നൽകുമാറാവട്ടെ. അപ്പൊ അയാൾ ശരിക്കും ഉളു കൊടുത്തു. അയാൾ ഇങ്ങനെ അടുത്ത് വന്നു,
എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അതേ, എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ എന്താവശ്യമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, അല്ലിമിനി മിമ്മാ അല്ലമകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്ന വിജ്ഞാനത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തന്നാലും. ഇൽമു പഠിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് പോയാൽ ഉസ്താദ് ഒരു 10 മിനിറ്റ് വഅദ് പറയുന്നുണ്ടെങ്കിൽ ആ ഇൽമു കേൾക്കൽ സുന്നത്താണ്. അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള മജ്ലിസുകൾ, മഹ്ലറയാവട്ടെ, ഏത് ദിക്റിന്റെ മജ്ലിസാവട്ടെ, അവിടുന്ന് അല്പം വിജ്ഞാനം പഠിക്കുമ്പോൾ പ്രഭാഷണം നടത്തുമ്പോൾ അത് കേൾക്കൽ നല്ലതാണ്. അതുപോലെ മറ്റുള്ള നാട്ടിലെ വിദ്യാർത്ഥികൾ ഇവിടെ ദർസിന് വേണ്ടി പഠിക്കുമ്പോൾ നാട്ടുകാരായ നമുക്കും ഇൽമിന് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുക എന്നത് അതും പറ്റാവുന്ന പരിഗണനീയമായ കാര്യമാണ്. ഇൽമിന്റെ മേഖലകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഫദ്ഫരി അവറുകളാവട്ടെ, പാപ്പുട്ടി മുസ്ലിയാരാവട്ടെ, മറ്റു ഉസ്താദുമാരാവട്ടെ, അവരെല്ലാവരും ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നത് അല്ലിമീനി മിമ്മാ അല്ലമകല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചതിൽ നിന്ന്, അറിയിച്ചതിൽ നിന്ന് എന്തെങ്കിലും അറിയിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോ ശാഫിഈ ഇമാം അവിടുന്ന് പറഞ്ഞു കൊടുത്തതെന്താണ്? യഅലം അന്ന മൻ അറഫല്ലാഹ നജാ, മൻ അസ്ഫഖ അലാ ദീനിഹി സലിമ മിനർ റദാ, മൻ സഹദ ഫിദ്ദുനിയാ ഖററത് ഐനാഹു ബിമാ യറാ മിൻ സവാബില്ലാഹി ഗദാ. ഇഅലം, നീ ഒരു കാര്യം ഉൾക്കൊള്ളണം, അന്ന മൻ അറഫല്ലാഹ്, അല്ലാഹുവേ ഒരാൾക്കറിയുമെങ്കിൽ നജാ, രക്ഷപ്പെട്ടു. അല്ലാഹുവിനെ നോക്കുന്നുണ്ട്, റബ്ബന്റെ ഖൽബ് അറിയുന്നുണ്ട്. റബ്ബാണ് എനിക്ക് വെള്ളം നൽകുന്നത്, റബ്ബാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്. ഈ ലോകത്ത് എന്ത് നടക്കുമ്പോഴും കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലുൽ മുഅ്മിനൂൻ. ഇവിടെ ഏതേത് സംഭവങ്ങൾ നടക്കുമ്പോഴും, ഏതേത് കാര്യം നടക്കുമ്പോഴും ഇല്ലാ മാ കതബല്ലാഹു ലനാ, റബ്ബിന്റെ തീരുമാനമല്ലാതെ ഒന്നും നടക്കൂല. ഫഅലം അന്നൽ ഉമ്മത ഖദ് ജതമഅത അലാ അൻ യൻഫഉക ലാ യൻഫഉക ഇല്ലാ ബിമാ കതബല്ലാഹു ലക. അതേ, ഈ ലോകത്തുള്ള ആളുകൾ മുഴുവനും എന്തെങ്കിലും നിനക്കൊരു ഗുണം ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ തീരുമാനമില്ലെങ്കിൽ നടക്കൂല. ഫഅലം അന്നൽ ഉമ്മത ഖദ് ജതമഅത അലാ അൻ യദുറുക ലാ യദുറുക ഇല്ലാ ബിമാ കതബല്ലാഹു ലക. ഈ ലോകം മുഴുവനും നിനക്കൊരു ദ്രോഹം ചെയ്യണം എന്ന് തീരുമാനിച്ചാലും റബ്ബിന്റെ തീരുമാനല്ലേ നടക്കൂല. റബ്ബ് വരക്കും നമ്മൾ നടക്കും, റബ്ബ് വരക്കും നമ്മൾ നടക്കും. അതുകൊണ്ട് ഫദ്കുറൂനി അദ്കുറുക്കും, അല്ലാഹുവെ പരിഗണിച്ചാൽ അല്ലാഹു നിങ്ങളെ അവഗണിക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ലോകത്ത് ജീവിക്കുമ്പോൾ പലരും നമ്മളെ കരയിപ്പിക്കും, പലരും നമ്മളെ ചിരിപ്പിക്കും, പലരും നമ്മളെ ദുഃഖിപ്പിക്കും, പലരും നമ്മളെ സന്തോഷിപ്പിക്കും, പലരും നമ്മളെ ഡിമ്മാക്കി കളയും, പലരും നമ്മളെ പൊന്തിച്ചു വെക്കും. അല്ലേ? ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ചിലൊരു കാരണം നമുക്ക് ടെൻഷനാവും, ചിലൊരു കാരണം ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ അവരൊക്കെ കാരണക്കാര് മാത്രം. ഹുവല്ലദീ അദ്ഹക വബക, എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ അല്ലാഹുവാണ്. അതുകൊണ്ടൊരു മുസീബത്ത് പറ്റിയാൽ, മനസ്സിന് വിഷമുണ്ടാകുന്ന ഒരു സംഭവം പറ്റിയാൽ അതിന് പടപ്പുകളെ പഴിചാരരുത്. അത് അവസരങ്ങളായി കാണും, അവസരങ്ങളായി കാണാം. അതാ വേണ്ടത്. പന്നാള് ഞാനൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരാള് കൈമടക്കി, 2000 റുപ്യ എന്തുകൊണ്ട് കൈമടക്കി. അപ്പൊ ഞാനിവിടെ കീസ് ഉണ്ട് എന്ന് കരുതിയിട്ട്, ഇവിടെ കീസല്ല, കീസുണ്ട്, ടൈലർ പൊളിച്ചാൻ മറന്നു. അങ്ങനെ ഉണ്ടാവും ചില ധൃതി കൊണ്ട് പെരുന്നാളടിയൊക്കെ അടിച്ചുമ്പോ ചിലപ്പോ എന്താവും മറക്കും. കീസ് ഉണ്ട് എന്ന് എഴുതിയോ ഇവിടെ ഇട്ടു.
അത് കൊഴിഞ്ഞു പോയി. ആ 2000 റുപ്യ പോയി. അത് ഉദാഹരണം പറയട്ടെ. നിങ്ങളത് അങ്ങനെ പോയി നിൽക്കും. നല്ലൊരു അടിപൊളി ചെരുപ്പിട്ടുകാണ്ട് നമ്മളൊരു ഓഫീസിൽ കയറി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പ് കാണാനില്ല. നമ്മളെ മനോഭാവം എന്തായിരിക്കണം? ഒരു ഹംക്ക് ചെരുപ്പ് കൊണ്ടായിരിക്കണം, അവൻ്റെ ഡാഷ് പീക്കട്ടെ ആമീൻ. ഇങ്ങനെയല്ല ഉണ്ടാകുക. എന്താ ഉണ്ടാകുക? പക്ഷെ അവിടെ എന്താ വേണ്ട? അസാലിമാമിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞു, മൻസൂരി റബ്ബേ, എന്റെ ചെരുപ്പ് ആരോ കൊണ്ടുപോയി. അള്ളാഹുവേ, ആ കൊണ്ടുപോയത് എനിക്ക് ആഖിറത്തിൽ കൂലി കിട്ടുന്ന കാര്യവും ആ സഹോദരന്റെ പൊരുത്തുള്ള മുതലുമായി പരിഗണിക്കണം. അല്ലാഹ്, ഓനെന്നെ എന്റെ പൊരുത്തം ഓനെ അറിയാതെ ഉപയോഗിക്കാൻ പറ്റൂല എന്നാ മസലെങ്കിലും ഞാൻ പരിപൂർണമായി പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ ഓനെ ശിക്ഷിക്കരുത് അല്ലാന്ന് പറഞ്ഞാൽ 360 ചെരുപ്പ് സദഖ ചെയ്ത കൂലി അവിടെ കിട്ടും. അത് സദഖയായി നീയത്തുണ്ട്. അപ്പൊ അന്നാ കായ് പോയപ്പോ തന്നെ നമ്മൾ ദ്വാരുന്ന എന്താ? വണ്ടി തന്നെ ദ്വാരുന്ന റബ്ബേ 2000 റുപ്യ ഇപ്പൊ ആരെങ്കിലും കയ്യിൽ പോടും, അത് ഓന് സദഖയാണ്, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതി തൊള്ളയോട് പറഞ്ഞു ദ്വാരുന്നു. അതുകൊണ്ട് അയാൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അറിയാതെ അങ്ങനെ എടുക്കാൻ പാടില്ല, അത് വേറെ മസാല. അതിന്റെ പേരിൽ ശിക്ഷിക്കരുത് എന്ന് വരെ നമ്മൾ ദ്വാരക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെ ദ്വാരുന്നു അങ്ങനെ പോയിട്ട് ചെരുപ്പില്ലാതെ ഇടങ്ങേറായി കൂൾബാർ കയറിയപ്പോണ്ട് മറ്റേ ഹമുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ജ്യൂസ് കുടിച്ചു. പുതിയ ചെരുപ്പിട്ടിയ വകയിൽ അള്ളാഹുവിന്റെ സദഖ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. അവിടെ ഹമുക്ക് അതിന്റെ ചെരുപ്പ എന്ന് പറയാൻ പറ്റും? അത് പറ്റൂല. സദഖയിൽ മടങ്ങരുത്. ഇപ്പൊ ഒരാളെ മകൻ കെട്ടിയ പെണ്ണ് ഞാനിങ്ങോട്ട് പോരുന്നില്ല എന്ന് വാശി പിടിച്ചിട്ട് ആ ബന്ധം ഒഴിവാക്കുകയാണെങ്കിൽ നിക്കാഹിന്റെ മുമ്പ്, കല്യാണത്തിന്റെ മുമ്പ് സമ്മാനമായി കൊടുത്തിരുന്ന സാധനം അടക്കം ചോദിച്ചു വാങ്ങുന്ന ആൾക്കാരുണ്ട്. കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് വേറെ മസാല, വാങ്ങാൻ പറ്റുമല്ലേ എന്നുള്ളത് വേറെ മസാല. പക്ഷെ ആദ്യം കൊടുക്കുമ്പോ തന്നെ മിൽക്കാക്കി കൊടുത്തതാണെങ്കിൽ പിന്നെ അതെന്താവരുത്, മടങ്ങരുത് എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ മേഖലകളിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പൊ ഒക്കെ ഇവിടൊക്കെ റബ്ബിന്റെ തീരുമാനം. നബി ഇമാം ഒരു ദിവസം വുദു ഉണ്ടാക്കാൻ വേണ്ടി അടിപൊളി പുതിയ തലയിക്കെട്ട് പടാപ്പുറത്ത് വെച്ചിട്ട് വുദു ഉണ്ടാക്കാറുണ്ട്. ഇറങ്ങി കയറിനോട് കൂടെ ഒരു കള്ളം തലയിക്കെട്ട് എടുത്തു പൊക്കി. നബി ഇമാം കയറുമ്പോത്തിന് വണ്ടി. നബി ഇമാം പിന്നാലെ വണ്ടി. തലയിക്കെട്ട് വാങ്ങാനല്ല, ഇത് അനക്ക് ഞാൻ ഉടമയാക്കി തന്നിട്ടുണ്ട്. പുൽ ഖബിൽതു മല്ലക്തുക, ഇത് അനക്ക് ഞാൻ ഉടമയാക്കിയിട്ടുണ്ട്, ഇത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊരാശ്വാസ കുഞ്ഞിപ്പ. അത് പറയാൻ വേണ്ടിയിട്ടാ മണ്ടണത്. കള്ളം കരുതുന്നതോ കുടിച്ചാൻ വേണ്ടിയിട്ടാണെന്നാണ്. നബിമാവും വേണ്ടണത് എന്തിനാണ്? പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓടി, രണ്ടാളും ഓടി. നബിമാമിന് നിർബന്ധം, അയാൾക്ക് അത് ഹലാലാകണമെങ്കിൽ ഇത് അയാൾ അറിയിക്കണല്ലോ എന്നുള്ള നിലയ്ക്ക് പിന്നാലെ ഇയാളും ഓടന്നെ, പിന്നാലെ മറ്റാൾ വരുന്നത്. അവസാനം ഒരു വേര് തട്ടി മറ്റാൾ വീണു. അപ്പൊ നബി ഇമാം അടുത്തേക്ക് എത്തിയിട്ട് ഞാൻ എനിക്കത് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. അതിന് ചോദിച്ചു നിൽക്കണ്ടേ. അപ്പൊ അങ്ങനെ എന്താണ് സംഭവങ്ങൾ? അങ്ങനെയാണ് പഴയകാല ആളുകളൊക്കെ. അതാണ് ഖൽബ് വിശാലാകുക. മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ ആ മഹല്ലിലെ പ്രസിഡന്റ് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു കാരണവരാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, എനിക്ക് ജോലി അവിടെ വേണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെ ഇമാം നബി ബഹുമാനപ്പെട്ട മൂസാ നബി പറഞ്ഞ എന്താ? റബ്ബി ഇസ്രാഹേലി, എല്ലാരും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വിശാലാക്കണമെന്നാണ്. ഇന്നെ ഉൾക്കൊള്ളാൻ ഇക്കണ്ട ആൾക്കാരെ ഖൽബ് നന്നാക്കണേന്നല്ല. 50 ആള് സമ്മേളനത്തിന് ബസ് പിടിച്ചു പോയി, ഒരാൾ കൂട്ടം തെറ്റിയപ്പോൾ മൈക്ക് പോയിന്റിൽ വന്നിട്ട് എന്റെ പോലെ 49 ആള് കൂട്ടം തെറ്റി പോയിക്കുന്നു, കണ്ടുപിടിച്ചാൻ സഹായിക്കണം. അവനാണ് കുറവ് ആള് സമ്മതിക്കൂല. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എന്റെ ഖൽബ് വിശാലാക്കി തരണം, എല്ലാരും ഉൾക്കൊള്ളാനുള്ള. കാരണം പല ആളുകളും പല രൂപത്തിലാണ്. ചിലവര് ചെന്നൈ പ്രിന്റ് ആയിരിക്കും, ചിലവര് ബാംഗ്ലൂർ പ്രിന്റ് ആയിരിക്കും. അപ്പോ ആളുകൾ പല രൂപത്തിൽ, എല്ലാരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സ് അല്ലാഹു നമ്മുടെ മനസ്സൊക്കെ വിശാലാക്കി തരട്ടെ. വെറുതെ ആവശ്യമില്ലാതെ
വെറുതെ ഒരു കാര്യമില്ലാതെ ഇപ്പം പണ്ട് 3 ആളെ പോലീസുകാർ പിടിച്ചപ്പോൾ ഒരാൾ വണ്ടിക്ക് വലത്തേക്കാൽ വെച്ച് കയറിയപ്പോൾ അത് പള്ളിയാന്ന് വെച്ചിട്ട് ഒരു കുത്ത് കൊടുത്തത്. ആ മറ്റോ ഇടത്തേക്കാൽ വെച്ച് കയറിയാണ്. കാരണം അത് കക്കൂസാന്ന് വെച്ചിട്ട് ഓനും കൊടുത്തൊരു കുത്തുകാർ. അപ്പം മറ്റാൾ 2 കാലും കൂടെ ഒറ്റ ചാട്ട, പുറത്തൊന്നും കുതിരളി ഔത്തൊന്നും കുതിരളി, ഓനും കൊടുത്തൊരു കുത്ത്. അപ്പൊ ഇവിടെ നാട്ടുകാരുടെ ഇടയിൽ ആളുകളുടെ ഇടയിൽ കുറ്റുണ്ടാകാം, ഇന്ന സംഗതി വേണമെന്നൊന്നുമില്ല. ആളുകൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒക്കെ അങ്ങനെയാണ്, നോക്കുകയാണെങ്കിൽ ഒന്നോട്ടില്ലേനും, ആലോചിച്ചവർ അന്തമല്ല, ആലോചിച്ചിട്ടില്ല ഒരു കുന്തമല്ല അറിയില്ല. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. അങ്ങനെ അപ്പൊ അല്ലാഹുവയാണ് ഈ ലോകം മുഴുവനും ഭരിക്കുന്നത് റബ്ബാണ്. നാം കുടിക്കുന്ന വെള്ളം അല്ലാഹുവിന്റെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണ്. നാം ശ്വസിക്കുന്ന വായുവോ റബ്ബിന്റെ ഭൂമിയുടെ മുകളിൽ സംവിധാനിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, ഒരാൾക്കൊരു ദിവസം 328 ലിറ്റർ ഓക്സിജൻ വേണം. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ 1 ലിറ്ററിന് 374 രൂപയാണ്. അഥവാ ഒരു ദിവസം 1,26,000 രൂപയുടെ ഓക്സിജൻ ഞാനും നിങ്ങളും ഫ്രീ ആയി ശ്വസിക്കുന്നുണ്ട്. നൽകിയത് റബ്ബാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് നമ്മളാരും ഓക്സിജൻ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിനെ ആരാണോ അറിയുന്നതെങ്കിൽ ആ റബ്ബിനെ അറിയുന്ന ആളുകൾ വിജയിച്ചു എന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവെ ഭയപ്പെട്ട് ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻ അസ്ഫഖ അലാ ദീനിഹി സലിമ മിനർ റദാ. ഇമാം ശാഫിഈ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, ഫളഫരിയെ പോലെയുള്ള മഹാന്മാരെ ജീവിതത്തിൽ കണ്ടത് എന്താണ്? തെറ്റില്ലകപ്പെടുമോ എന്ന ഭയപ്പാടോടെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചവരാണ്. അവര് തഖ്വയോടെ ജീവിച്ചവരാണ്. അല്ലാഹുവെ ഭയപ്പെട്ട മഹാരഥന്മാരാണ്. ആ നിലക്ക് ജീവിക്കാൻ കഴിയണം. അതേ അവരോടുകൂടെ ജീവിക്കണം. അല്ലാഹുവിന്റെ റസൂലും അതാണ് പറഞ്ഞത്. ഇമാമുനാ ശാഫിഈ തങ്ങളുടെ ജീവിതം അങ്ങനെയാ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ ഇമാമിന്റെ ജീവിതം അങ്ങനെയാ. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാട് മോഷണം പോയി. ആട് മോഷണം പോയപ്പോ ബഹുമാനപ്പെട്ടവർ അന്വേഷിച്ചു, ഒരാട് എത്ര കാലം ജീവിക്കും? മാക്സിമം പോയാ 7 കൊല്ലം എന്ന് പറഞ്ഞു. സാധാരണ ആടൊന്നും 7 കൊല്ലമൊന്നും ജീവിക്കലില്ല. ഉദഹിയത്തിന് വേണ്ടി 2 കൊല്ലം 2 വയസ്സ് തേഞ്ഞ ആടിനെ തപ്പിയാൽ തന്നെ കുറെ അടങ്ങാറായിട്ടാ കിട്ടല്, അല്ലേ? ആട് എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോഴാ പ്രസവിക്കല്. അതുകൊണ്ട് ആടിന്റെ വയസ്സ് 6 മാസമാണെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. വയസ്സ് അതൊരു കൊല്ലം തന്നെയാണ്, അത് വേറെ വിഷയം. നെയ്യാടാണെങ്കിൽ 1 വയസ്സും, കോലാടാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കോലാടാണെങ്കിൽ 2 വയസ്സുമാണ് അഖീഖക്കും ഉദ്ഹിയത്തിനും വേണ്ടതെന്നുള്ളതാണ്, അത് വേറെ വിഷയം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരാട് എത്ര കൊല്ലം ജീവിക്കും എന്ന് പറഞ്ഞപ്പോ മാക്സിമം പോയാൽ 7 കൊല്ലം വരെ ജീവിക്കാം. 7 കൊല്ലം വരെ ജീവിക്കുന്ന ചില ആടുകൾ ഉണ്ടാവാമെന്ന് ചിറ്റൂര് ഭാഗത്തുള്ള ആട് മേഖലയുടെ ആ ഫന്നിൽ ഭയങ്കര ദഖലുള്ള ആളാണ് സുഗുണൻ, രാമസുഗുണൻ എന്ന് പറയുന്ന ആള്. ആ സുഗുണൻ എന്ന് പറയുന്ന ആളോട് ഇസ്കാല് ചോദിച്ചപ്പോ അയാൾ അതിന്റെ വ്യക്തമായ രേഖ പറഞ്ഞൊന്നും കിതാബൊന്നും പറഞ്ഞില്ല. കാരണം സുഗുണനല്ലേ ആ നില. അപ്പൊ ഏതായിരുന്നാലും അഹ്മദ് നമ്പർ റളിയല്ലാഹുവിന് എന്ത് ചെയ്തു? 7 കൊല്ലം അട്ടർച്ചിന്നില്ല. എന്തറിയോ? അഥവാ തിന്നണ ആട്, അഥവാ കടപ്പുറത്ത് മോഷ്ടിക്കപ്പെട്ട ആടിന്റെ മാംസം ആയാലോ എന്ന് ആലോചിച്ചിട്ട് കടലത്തെ മീനും കൂട്ടിയില്ല. എന്തേ? അഥവാ ആടിനെ കള്ളന്മാര് കടപ്പുറത്തിട്ടിട്ട് ആ ആടിന്റെ വേസ്റ്റ് കടലിട്ടിട്ട് ആ വേസ്റ്റ് ഏതെങ്കിലും മീന് തിന്നിട്ട് ആ മീനിനെ ഏതെങ്കിലും മുക്കുവം പിടിച്ചിട്ട് ആ പിടിച്ച മീൻ അഥവാ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ആ നാട്ടിൽ വന്ന മീനാണ് ഞാൻ തിന്നെങ്കിലോ എന്ന് വല്ലാത്തൊരു സൂക്ഷ്മതയാണല്ലോ. നമ്മളിപ്പോ ആരെങ്കിലും ചിന്തിക്കണം, ആരെങ്കിലും ആലോചിക്കണം. ഇപ്പൊ എത്ര അരിഷ്ടത്തിൽ ഗോമൂത്രം കൂട്ടുന്നുണ്ട്? ലിറ്റർ കണക്കിന് ഗോമൂത്രം, പശുവിന്റെ മൂത്രം ആരെങ്കിലും ചിന്തിക്കാറുണ്ട്? മെരുവും പൂവ് ചേർക്കലില്ലേ പല അരിഷ്ടത്തിനും പല മരുന്നിനും? അതുപോലെ തന്നെ ഐവറി കോഫി എന്നൊരു കോഫി ഉണ്ട്, 2950 റുപ്യ ഒരു ഗ്ലാസ് കാപ്പിക്ക്. എന്തായാലും പ്രത്യേകത, ആനനെ കൊണ്ട് കാപ്പിക്കുരു തീറ്റിച്ചിട്ട് അതിന്റെ കാഷ്ടത്തിൽ നിന്ന്, ആനപ്പിണ്ടത്തിൽ നിന്ന് പെറുക്കിയെടുത്ത കാപ്പിക്കുരു പൊടിച്ച സാധനത്തിനാണ് ഐവറി കോഫി അറിയുന്നത്. അത് മെരുപ്പെട്ടി തിന്നിട്ടാണെങ്കിലോ 3500 റുപ്യാണ്. താഹിറായ കാപ്പിക്കുര് വായിലൂടെ പോയി ദുബുർ ഷരീഫിലൂടെ പുറത്തു വന്നാൽ അതിന് വില കൂടി. അതാ ദുന്യാവ് അറിയും. ദുന്യാവിന്റെ വില എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്.
നജീസ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ഭയങ്കര വില. അതാണ് ദുന്യാവിനൊരു വിലയില്ല എന്ന് പറയാൻ കാരണം. അപ്പൊ റബ്ബിനെ ആലോചിക്കാം, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തെറ്റിൽ അകപ്പെടുമോ എന്ന് ചിന്ത. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ നിലക്ക് ജീവിച്ചപ്പോഴാണ് وكل حرف مستحق للبناء والأصل في المبني أن يسكنا. ജീവിതത്തിൽ ആശ്വാസത്തോടെ ജീവിക്കണമെങ്കിൽ, സന്തോഷത്തോടുകൂടെ കഴിയണമെങ്കിൽ ഇത്തരം തത്വങ്ങളും ഉപദേശങ്ങളും കൃത്യമായി പാലിക്കാൻ മുന്നോട്ട് വരലാണ്. ആ നിലയ്ക്ക് മഹാന്മാര് ജീവിച്ചപ്പോഴാണ് അവരെ എല്ലാവരെയും നമ്മൾ ഓർക്കാൻ കാരണം. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുക എന്നതാണ്. മൻസഹദ ഫിദ്ദുന്യാ ഖറത ബിമാ യനാഉ മിൻ ഫവാദില്ലാഹി ഗദാ. അതുപോലെ ഭൗതികതയാൽ ഭരിക്കപ്പെടാതിരിക്കലാണ് നമ്മുടെ കച്ചവടങ്ങളാവട്ടെ, നമ്മുടെ ഏർപ്പാടുകളാവട്ടെ, നമ്മുടെ ഏതേത് മേഖലകളാവട്ടെ. ആഖിറം ചിന്തിക്കുന്നതിന് തടസ്സമാവണ്ട, പരലോകം ചിന്തിക്കുന്നവരാവണം, അതിന് തടസ്സമുണ്ടാവരുത്. മുതലുണ്ടായിക്കോട്ടെ. നല്ല മുതല് നല്ലവർക്ക് നല്ലീന. ആളുകൾ 4 വിധത്തിലാണ്. മുവസ്സഉൻ ഫിദ്ദുനിയ മുവസ്സഉൻ ഫിൽ ആഖിറ. മുവസ്സഉൻ ഫിദ്ദുനിയ മഖ്തൂറുൻ ഫിൽ ആഖിറ. മഖ്തൂറുൻ ഫിദ്ദുനിയ മുവസ്സഉൻ ഫിൽ ആഖിറ. മഖ്തൂറുൻ ഫിദ്ദുനിയ മഖ്തൂറുൻ ഫിൽ ആഖിറ. മുവസ്സഉൻ ഫിദ്ദുനിയ ദുനിയാവിൽ നല്ലോണം മുതലുണ്ട്. മുവസ്സഉൻ ഫിൽ ആഖിറ ആഖിറത്തിലും എമ്പാടും കൂലിയുണ്ട്. അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എന്നും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയാല് സാമ്പത്തികമായി കുടുങ്ങൂല എന്നാണ്. ആരെ പേരില? അബ്ദുറഹ്മാൻ ബിനു ഇത് പറഞ്ഞാൽ കാണാം പിറ്റേന്ന് ഫോൺ വിളിച്ചു, ആ കായ് ഉണ്ടാവുന്ന സഹാബിന്റെ പേരെന്താന്ന് വെച്ചിട്ട്. വേറെ കുറെ സഹാബികളെ പേരും സംഗതി പറഞ്ഞിട്ടുണ്ടാവും, അതൊന്നും നോക്കൂല. ഇതെവിടെയെന്ന് വെച്ചിട്ടാണ് എന്തായാലും വിളിച്ചത്. എന്നും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക, അത് വലിയ ബർക്കത്താണ്. വലിയ പണക്കാരനാണ്. ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, 5ന്റെ കുഞ്ഞിക്കാലുണ്ടായിരുന്നില്ല. മദീനത്ത് ദഅവാ കോളേജിലേക്ക് വന്നതാ. സുഫത്തിന്റെ അഹ്ലുകാരനായിട്ട് 350 മുത്തഅല്ലിമീങ്ങളാ. അവിടത്തെ മുത്തഅല്ലിമീങ്ങളാ 26 കുട്ടികൾ. അല്ലാഹു തആല എന്നൊന്ന് നിലനിർത്തി തരട്ടെ അല്ലേ. എന്തോ ഒരു ബർക്കത്താ. നമ്മളെ വള്ളിയിലും ദർസില്ല ഉണ്ട്. അല്ലാഹു എന്നെന്നും ദർസ് നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എത്രയോ ദർസുകളാണ് നമ്മുടെ നാടുകളിൽ, നമ്മുടെ കേരളത്തിൽ ദഅവാ കോളേജായിട്ടും അല്ലാത്തതായിട്ടും. കാരണം ഇൽമിന്റെ മേഖലയിൽ ഒരാളാണ് കടക്കാറ, അത് സ്വർഗത്തിന്റെ വഴിക്ക് ഇങ്ങനെ കടക്കലാണ്. തലിമികൾ ചിന്തിക്കണം. അപ്പൊ ആ സ്വർഗത്തിന്റെ റൂട്ട് കൂടെ ഇങ്ങനെ പോകുമ്പോ കോളർ വലിച്ച ഒരാളുണ്ടാവും, ആര്? ഇബിലീസ്. ഇവൻ പോണത് കണ്ടുകൂടാ. കാരണം നമ്മള് നന്നാകണത് ഇബിലീസിന് കണ്ടുകൂടാ. സത്യം, നമ്മള് നന്നാകണത് ഇബിലീസിന് കണ്ടുകൂടാ. ഇപ്പൊ ഒരാൾ ഇബിലീസ് എന്ന് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ഉറക്കെ പറയും. ബനു ഇസ്രായേലത്തെ ഒരാള് എപ്പോഴും ഇബിലീസിനെ കേട്ട അപ്പം മുർദാബാദ് ഉറക്കെ പറയും. ഒരു ദിവസം അയാൾ ഒരു മരത്തിലോട്ട് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കാറ്റത്ത് മരം ഇങ്ങോട്ട് കുഴങ്ങി അയാളെ മേല് വിൽക്കാൻ നേരത്തെ ഇബിലീസ് വന്നിട്ടാണ് തടുത്തു. നമ്മൾ അജാതി കുറ്റം പറയുന്ന ആളാണെങ്കിൽ പോലീസ് നമ്മൾക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ മറുപടി പറയാം, മുജാഹിദീങ്ങൾക്ക് മറുപടി അറിയുന്ന സമയത്ത് ഒരു വഹാബി ബുള്ളറ്റുമ്പോ ടൊട്ടേന്ന് പൊട്ടിച്ചിട്ട് അങ്ങോട്ടും ടൊട്ടേന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ടും, അങ്ങനെ ഒരു 3-4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. 4ാമത്തെ വട്ടം ഒരു പോക്കറ്റിലോട്ട് ഒരു കുട്ടി സൈക്കിളോട് വന്ന ഒരൊറ്റ ചവിട്ടൽ അരിച്ചാലിക്കണം മാറും. അപ്പൊ ഒരു കാരണവല് അവിടെ കിടക്കാം കയറാം, ആരെങ്കിലും അവനെ തൊടാൻ പോയാൽ പിടിച്ച് പൂസുന്നതാണ്. അപ്പൊ അങ്ങനെയല്ല ഉണ്ടാകുക, സ്വാഭാവികം. പക്ഷെ ഇബിലീസ് വന്നിട്ട് എന്താട്ടിയത് പറ്റത്തെടുക്കാൻ ഇങ്ങടെ ഈ മരത്തിലോട്ടാ കിടക്കുക, ബുഗണ മരത്തിലോട്ട്, നീ എനിക്ക് തീരെ ഉത്തരവാദിത്തല്ല ഓടുന്ന. അപ്പൊ ഇയാൾ നീച്ചു നോക്കുമ്പോ എന്താണ്, ഈ മരം ഇങ്ങനെ താങ്ങി നിർത്തിക്കുകയാണ്. പടച്ചോനെ ആരാത്? ഇത് ആരാന്ന് ചോദിച്ചു.
അന ഇബിലീസ് എന്ന് പറഞ്ഞു. അപ്പോഴും ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ഓർക്കനെ. എന്നാ ഒന്ന് പതുക്കെ പറയണ്ടേ, നീ ഒരു ഗുണം ചെയ്തു എന്നുള്ള നിലയ്ക്ക് എന്നാ ഒന്ന് പതുക്കെ പറയാമല്ലോ. ലഅനത്തുല്ലാഹി അലൈഹി, എടാ നമുക്ക് എന്തിനാ നിന്റെ മേലെ വീണ ഈ മരം തടുത്തത് എന്ന് ചോദിച്ചു. അപ്പൊ ഇബിലീസ് പറഞ്ഞു, എടാ കുട്ടി, ഇജ്ജ അതിന്റെ ചോട്ട് പെട്ടാ എനിക്ക് ഷഹീദിന്റെ കൂലിയാണ്, അത് നമുക്ക് ശരിയാവില്ല. ഇപ്പൊ കിട്ടിയ കഴിഞ്ഞോണ്ട് ഇവിടെ വീച്ചു വയ്ക്കാവുന്ന ഇസ്കാൽ വെച്ചാൽ വന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു ഗുണം കിട്ടുക, മുഹറവിയായ ആത്മീയമായ സംഗതി കിട്ടുക എന്ന് പറഞ്ഞാല് ഇബിലീസിന് കണ്ടുകൂടാ. അപ്പൊ ഇബിലീസ് പറയും, എന്താ ഓതിയിട്ട് കുറെ ഓതി, എന്താ കിട്ടുക? മദ്രസ കിട്ടുക, പള്ളിയാ കിട്ടുക, ശമ്പളത്തിലാ കിട്ടുക, അതെത്ര കിട്ടുക, ഗൾഫല്ലേ നല്ലത്, ഇതല്ല നല്ലത് എന്ന നിലയ്ക്ക് ഇങ്ങനെ പല കോളറുകളും ഇങ്ങനെ വലിക്കും. എന്താ വലിക്കാൻ കാരണം? നമ്മൾ സ്വർഗത്തിന്റെ ബൈക്ക് കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇബിലീസിനെ കണ്ടുകൂടാ. അപ്പൊ പൊക്കാനുള്ള ഓരോ സൗന്ദര്യമുള്ള കാരണങ്ങൾ കണ്ടെത്തും. ഒരാൾ നാട്ടിൽ പോയിട്ട് വന്നില്ല, അപ്പൊ എന്താ വരാത്തെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ഞായറാഴ്ച സർക്കാർ അവധിയല്ലേ, തിങ്കളാഴ്ച ക്ഷീണയെന്ന്, ചൊവ്വില്ലാത്ത ദിവസം, ബുധനാണെങ്കിൽ ഒടുവിലെ ബുധൻ, വ്യാഴങ്ങക്കറിയില്ലേ, വെള്ളി ഞാൻ പറയണോ, ശനി ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും എന്താണ്, ഏത് വിഷയങ്ങൾക്കും ന്യായീകരണം കാണുക എന്നുള്ളതൊക്കെ അതൊരു സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെയല്ല, ഇൽമിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എപ്പോഴും ഉഷാറാവണം, ബാക്കിയുള്ളവരൊക്കെ അവരെ മുഹബ്ബീങ്ങളാവണം. അതുപോലെ കേൾക്കാനുള്ള അവസരങ്ങൾ വേണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അങ്ങനെ മുതഅല്ലിമീൻ. പിന്നെ സഅദ് റളിയല്ലാഹു അൻഹുമായിട്ട് ബ്രദർഹുഡ് സ്ഥാപിച്ച്, നിങ്ങൾ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകണം, സഹായ സഹകരണം ചെയ്തു കൊടുക്കണം. സഅദ് അള്ളാഹുവിന് 2 ഭാര്യമാരാണ്. ബഹുമാനപ്പെട്ടവർ ചിന്തിച്ച്, പഠിച്ചോൻ എനിക്ക് 2 ഭാര്യയാണ്, മുമ്പ് ഒരു പെണ്ണുമില്ലല്ലോ, എൻ്റെ ഒരു ഭാര്യനെ ഒഴിവാക്കിയിട്ട് അയാൾക്ക് കെട്ടിച്ചു കൊടുത്താലോ? കൂടി ആലോചന നടത്തി 2 ആളും സന്നദ്ധരായി ഏതെങ്കിലും ഒരാൾ എന്നുള്ള നിലക്ക് നറുക്കെടുത്തു. പക്ഷെ മഹർ വേണമെന്ന് പറഞ്ഞു, 150 ദിർഹം വേണമെന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഔഫുള്ളാന്റെ അടുത്ത് പോയിട്ട് 1.5 ദിർഹം കൂടി. അതിൽ മുമ്പ് എന്ത് ചെയ്തു അറിയാം? അസ്ഫാൻ എന്ന സ്ഥലമുണ്ട്, മക്കന്റെ മദീനന്റെ ഇടയിലുള്ള സ്ഥലം. മക്കത്തുനിന്ന് ഒരു 100 കിലോമീറ്ററിന്റെ അടുത്ത് വന്നാൽ എത്തുന്ന സ്ഥലമാണ് ഈ അസ്ഫാൻ. ഈ അസ്ഫാൻ എന്ന സ്ഥലത്തേക്ക് പുല്ല് കൃഷി ചെയ്യാൻ വേണ്ടി പോയി. അന്ന് പരമേഖൽ പുല്ലുകൊണ്ട. പഴയ കാലത്തുണ്ടായിരുന്നല്ലേ നമ്മളെ ഇവിടെയൊക്കെ, അവിടെയൊക്കെ കുറച്ചപ്പുറത്തൊക്കെ പിന്നെ എന്തുണ്ടായിരുന്നു, പുല്ല് മേഞ്ഞ വീടുകളുണ്ടായിരുന്നു. കുറെ വീടുകൾ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ കുറെ പ്രാവശ്യം. അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പുല്ല് മേഞ്ഞ. നമ്മളൊക്കെ തറവാടി കൊടപ്പന എന്ന് പറയുന്ന പനുണ്ട്. ഈ കിണറിന്റെ പോയിന്റ് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ കൊടപ്പന? ഏതായിരുന്നാലും അങ്ങനെ കൊടപ്പന ഓലയുണ്ടൊക്കെ പുതിയ. അതുപോലെ തന്നെ പുല്ലുകൊണ്ട് പായ് ഉണ്ടാക്കുക, കൈതോലയുണ്ട് പായ് ഉണ്ടാക്കുക, അങ്ങനെ കൊടപ്പന ഓലയുണ്ട് പായ് ഉണ്ടാക്കുക, ആ പായ് കിടക്കുക, അങ്ങനെയൊക്കെ സംവിധാനമൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. അതെന്നെ ഒരു വർക്കത്താണ്. അപ്പൊ ഏതായിരുന്നാലും ഈ പുല്ല് കൃഷി ചെയ്യാൻ വേണ്ടി പോയി 6 മാസം പുല്ല് കൃഷി ചെയ്തിട്ട് അങ്ങാടി കൊണ്ടുപോയി വിൽക്കുക, പിന്നെയും കൃഷി ചെയ്യും, പിന്നെ അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോ 160 ദിർഹം കിട്ടി. 150 മഹർ കൊടുക്കാനും 10 ഡ്രസ്സ് എടുക്കാനും സന്തോഷത്തോടെ മദീനത്തേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 2 സ്വഹാബികളും ഇങ്ങനെ നടക്കണ ശ്രദ്ധയിൽപ്പെട്ടു. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തുണിക്കടയിൽ കയറിയതാണ്. അപ്പൊ നബി തങ്ങളും ഒപ്പമുള്ള 2 ആളും ആ തുണിക്കടയിൽ കയറി. എന്തിനു അറിയോ? പിരിവിന്. അപ്പൊ പിരിവോളജി എന്നുള്ളത് പഴയ കാലത്തെ ഉണ്ട്. ദീനി സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത് നമ്മളെ മർക്കതടക്കമുള്ള സംഭവങ്ങൾ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരിലൂടെ അല്ലാഹു തആല നൽകുന്ന റഹ്മത്ത് പോയി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിന് ഖിദ്മ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഇബാദത്താണ്. ആ ഖിദ്മ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അല്ലാഹു തആല വലിയ കൂലി നൽകട്ടെ. അപ്പൊ അങ്ങനെ നബി തങ്ങൾ തുടങ്ങിയ നബി തങ്ങളും ആ സഹാബത്ത് അവൻ നബി തങ്ങളോട് ചോദിച്ചു, എവിടുക്കാന്ന് ചോദിച്ചു. ഞങ്ങൾ പിരിവിനിറങ്ങിയാണ്. എന്തിയെന്ന് ചോദിച്ചു. അത് ഇനി വിഷയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ അബ്ദുറഹ്മാൻ ഔഫുള്ളാൻ എന്താ പറഞ്ഞാൽ, ഞാൻ ദ്വാരക്കാം. അങ്ങനെ അറിയാം, 2 കിഡ്നിയും പോയ ഒരാൾ മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്താ 2 കിഡ്നിയും പോയിക്കൊണ്ട് മരുന്ന് വാങ്ങാൻ ആയില്ല, 2.5 പോയിട്ടുള്ളൂ അല്ലെ, ബാക്കി അല്ലേ, ആകെ 2 കിഡ്നി ഉണ്ടാവുള്ളൂ. എന്നാലും എന്താണ്, ഇനി ഞാൻ ദ്വാരക്കാറി ഒന്നും കൊടുക്കൂല അല്ലേ. നമ്മളിപ്പോ മഹർ വാങ്ങാൻ വേണ്ടിയിട്ട് ജ്വല്ലറി കയറുമ്പോ ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ കണ്ടാല് എന്താ അവസ്ഥ? ഇപ്പൊ ഞാൻ നാളെ ഒരു ഉസ്താദിനെ കണ്ടു. ആ ഉസ്താദിന് ഞങ്ങളൊപ്പം എൻ്റെ ഷാക്കിർ സഖാഫിന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഉസ്താദ്. ആ ഉസ്താദിന് വാടക പെരിയില ആകെ ശമ്പളം 4500 റുപ്യാണ്. വാടക കൊടുക്കേണ്ടത് 5000 റുപ്യ. വാടക കൊടുക്കേണ്ടത് 5000 റുപ്യ. പിന്നെന്ത് വേണം? ചെലവ് വേണം, കുട്ടികളെ പഠനം നോക്കണം, അതുപോലുള്ള സംഭവങ്ങൾ വേണം. അങ്ങനെ ഇന്ന് വരുമ്പോ ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ മുത്താല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു വോയിസ് കേട്ടു. കോഴിക്കോട്ടുള്ള ഒരു സെക്യൂരിറ്റിന്റെ സമാനമായ സംഭവം. ഒരുപാട് ആൾക്കാർ അങ്ങനെ പാവങ്ങളുണ്ട്. എന്തോ ആവട്ടെ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫുള്ളാഹിന് ഈ 160 ദിർഹം നബി ഞങ്ങളെ കയ്യിലാണ് കൊടുത്തു. ഇനി പിരിവിന് വേണ്ട, 10 വൈച്ചെലവിനും 150 ഇതിന് കൊടുത്തോളിന്ന് പറഞ്ഞു.
അപ്പൊ അവിടെ നിന്നായിരുന്നു റബ്ബെ കൊടുക്കുക എന്ത് അറിഞ്ഞില്ല അവൻ കൊടുത്തു. അബ്ദുറഹ്മാൻ അഫ്രദാൻ വഫാത്താകുമ്പോ 4 മക്കളുണ്ട്. അന്ന് ഈ ചക്കുളത്തിപ്പൂര് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. 4 ഭാര്യമാരുണ്ട്. 4 ഭാര്യമാര്, മക്കളല്ല, 4 ഭാര്യമാര്. ഈ 4 ഭാര്യമാർക്കും കൂടി 1/8. ഈ 1/8 ഒരാൾക്ക് കിട്ടിയത് എത്രയോ? 3,20,000 പവൻ. ഒരു പവൻ എത്രയോ? 53,000, 54,000 അല്ലേ? ആ കാൽക്കുലേറ്റർ അങ്ങോട്ടും ഞെക്കുമ്പോ 59,000 അങ്ങോട്ടൊക്കെ ആകുമല്ലോ. പണിക്കുറവ്, GST, SSG ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോഴേക്കും പിന്നെ എന്താ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. 3,20,000 പവൻ ഒരു പെണ്ണിന്. അത്രയും മുതലുണ്ടാകാൻ എന്താ കാരണം? നബി തങ്ങൾ ദുആയിരുന്നു എന്നുള്ളത്. പക്ഷെ അതുകൊണ്ടൊക്കെ എന്താ? മുവസ്സഉൻ ഫി ദുനിയ, ദുനിയാവിലുണ്ട്. മുവസ്സഉൻ ഫിൽ ആഖിറ, എന്നാൽ ചില ആളുകൾ മഖ്തൂറുൻ ഫി ദുനിയ മഖ്തൂറുൻ ഫിൽ ആഖിറ, ദുനിയാവുല ആഖിറല റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ചില ആളുകൾക്ക് ദുനിയാവുണ്ട് ആഖിറമില്ല. അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ ചില മക്കൾ പ്രസവിച്ച ഉടനെ മരണപ്പെടുന്നു, ദുനിയാവിലില്ല. എന്നാൽ അവർക്ക് ആഖിറമുണ്ട്. അങ്ങനെ പല ആളുകളുമാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിലെങ്കിലും. ഈ ദുനിയാവിൽ സമ്പത്ത് നമ്മെ ഭരിക്കരുത്. നമ്മൾ സമ്പത്തിനെ ഭരിക്കണം. اجعل المال في يدك واجعل المال في جيبك واجعل المال في خزانتك ولا تجعل المال في قلبك. قلبിൽ മുതൽ വേണ്ട, അത് قلبിൽ സമ്പാദ്യം വേണ്ട. അത് നിന്റെ കയ്യിലുണ്ടെങ്കിലും നിന്റെ അലമാരയിലുണ്ടെങ്കിലും നിന്റെ ഡെപ്പോസിറ്റിലുണ്ടെങ്കിലും എന്നാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയാണ് നമ്മുടെ മഹാരഥന്മാർ. ദുനിയാവ് അവരെ ഭരിച്ചിട്ടില്ല, ആഖിറത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. ഒരുപാട് വഅദ് പറഞ്ഞിരുന്നവരായിരുന്നു. അബ്ദുൽ ഖാദിർ അൽ-ഗഫരി ഒരുപാട് കിതാബ് ഉണ്ടാക്കിയവരായിരുന്നു. അങ്ങനെ ആ നിലക്കൊക്കെ അവരിവിടെ കഴിഞ്ഞു പോയപ്പോ അന്നുള്ള ആളുകൾ അതേ 1270 ജനിച്ചവരാണ്. യൂസുഫുൽ ഫദ്ഫരി എന്നവർ 400 കൊല്ലങ്ങൾക്ക് മുമ്പ് യമനിന്റെ മണ്ണിൽ നിന്ന് വന്നവരായിരുന്നു. അവരുടെ കുട്ടിയിൽപ്പെട്ടവരാണ്. അവരൊക്കെ ആഖിറത്തിന് വേണ്ടി ജീവിച്ച് നല്ല നിലയ്ക്ക് ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് മാതൃകയോടുകൂടെ കാണിച്ചു തന്നവരാണ്. അതുകൊണ്ട് മുഅ്മിനേ, അവരൊക്കെ ജീവിച്ച വഴിയിലൂടെ ജീവിക്കണം, നല്ലവരായി കഴിയണം, ആത്മീയതയോടുകൂടെ നിലകൊള്ളണം. ഒരൊറ്റ നിസ്കാരവും ഖളാ ആവരുത്. ഇജ്അലൂ നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികും. ഖുർആൻ ഓതുന്ന വീടുകളാവണം, അല്ലാഹുവെ ഭയപ്പെടുന്നവരാവണം, ദിക്ർ ചൊല്ലുന്ന സാഹചര്യം വേണം. അല്ലാഹുവേ യാ റബ്ബി യാ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കൊക്കെ യാത്ര പോകണം. ആ മഹാരഥന്മാരൊക്കെ നമ്മൾ പറയാനും അനുസ്മരിക്കാനൊക്കെ കാരണം നമ്മുടെ ജീവിതം നന്നാവാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വയല് പറയുന്നത്, നമ്മൾ ഈ ഡ്രസ്സൊക്കെ അലക്കുമ്പോൾ കല്ല് കൊളുക്കും. എപ്പോഴും അലക്കണ പാറയാണെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവുമല്ലോ പുഴയിൽ, അല്ലേ? കളറൊക്കെ മാറിയിട്ട് നല്ല പ്യൂർ പാറയായിരിക്കും. നമ്മളിങ്ങനെ ഡ്രസ്സ്, പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഷർട്ട് അലക്കൽ സഹിഹാവണമെങ്കിൽ 2 ബട്ടൺസ് പൊട്ടണം. അതുപോലെ തന്നെ കുറെ 35 അടി അടിക്കും വേണം. അപ്പോഴാണല്ലോ ആവില്ല. അപ്പൊ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് കല്ലൊക്കെ വൃത്തിയാവും. കല്ല് കഴുകരി നമ്മളെ മുറാദാണോ? അല്ല. ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ വയല് പറയുമ്പോൾ എന്റെ കൽബ് നന്നാവാൻ വേണ്ടിയാണ് ഞാൻ വയല് പറയുന്നത്. ഡ്രസ്സൊക്കെ തുണി വെളുത്തിട്ട്, കന്തൂറ വെളുത്തിട്ട്, തലക്കെട്ട് വെളുത്തിട്ട് എന്റെ കൽബ് കറുത്തു പോയാ പിന്നെ ഒന്നിനും പറ്റൂല, നിങ്ങളെയും പറ്റും. അതുകൊണ്ട് നമ്മുടെ കൽബാണ് ഏറ്റവും കൂടുതൽ വെളുക്കേണ്ടത്. അതുകൊണ്ട് ഒരാളെയും നിസ്സാരപ്പെടുത്താതിരിക്കുക, ഒരാളെയും കുറവാക്കാതിരിക്കുക, ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക, ഒരു വ്യക്തിയോടും മയ്യത്ത് നിസ്കരിച്ചാൽ സഹീഹാകുന്ന ഒരാളോടും
ഖൽബിൽ ഒരു വെറുപ്പില്ലാതിരിക്കുക. എന്താൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു, അതല്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് മഹാന്മാരൊക്കെ വിജയിച്ചത് അങ്ങനെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് നിസ്കാരം, ഒരുപാട് നോമ്പ് കൊണ്ടല്ല മൂപ്പര് രക്ഷപ്പെട്ടത്. ലാക്കിൻ ഉഖിറ ഫീ ഖൽബിഹി, ഉഖിറ ശൈഉൻ ഫീ ഖൽബിഹി, അവരുടെ മനസ്സിലുള്ള ആ ലോലത. അപ്പൊ നമ്മളൊക്കെ മനസ്സ് ലോലമായ മനസ്സാകുക, ലോലമായ ഹൃദയമാവുക. അങ്ങനെയുള്ള ഖൽബിന് അല്ലാഹു നമ്മയൊക്കെ എല്ലാ നിലക്കും ഉൾപ്പെടുത്തി നല്ലവരായി ജീവിച്ച് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്തുണർത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാഹ്. ഒരുപാട് ആളുകൾ ഇവിടെയുള്ള ഈ സംരംഭത്തിലേക്ക്, നമ്മുടെ ഈ സംഗമത്തിലേക്ക്, നമ്മുടെ ഈ ഉറൂസിലേക്ക് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു